അപ്പം നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇവിടെ അടുത്ത് തന്നെ ഷോപ്പുണ്ട്. നമുക്ക് ഷോപ്പിലേക്ക് പോകാം. ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവിടെ പോയി സംസാരിക്കാം. വരൂ പോകാം. ഹലോ, നമസ്കാരം. നമസ്കാരം. എം വെറൈറ്റി അല്ലേ? ഓക്കെ ഓക്കെ. ഇതിൽ കുറേ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഇതിപ്പോ വൈൻ്റെ ഷോപ്പ് അല്ലേ? വൈൻ ഷോപ്പ്, വൈൻ അല്ലാതെ നമ്മൾ കുറേ വീഡിയോസുകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഒന്ന് പരിചയപ്പെടുത്താമോ? എം വെറൈറ്റി, മിനോഷ് വെറൈറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ ഇവിടെ 14 തരം വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അത് ബിവറേജ് ഐറ്റംസ് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് മറ്റേ ബാറ് അങ്ങനെയല്ല. ഇത് അതായത് ഹൈ ക്വാളിറ്റി ആയ ഫ്രൂട്ട് ബിവറേജ് ഐറ്റംസ്, അതുകൂടാതെ വെറൈറ്റി ആയ മറ്റുള്ള പലതരം നമ്മൾ ബിവറേജ് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൂടാതെ ലോകത്തിൽ ആദ്യമായിട്ട് നമ്മൾ ഒരു വൈൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു വൈൻ, വേൾഡ് ഫസ്റ്റ് വൈനാണ്. അത് നമ്മൾ എന്താണെന്നുള്ളത് നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ 14 തരത്തിലുള്ള ഫ്രൂട്ട് ആൻഡ് ബിവറേജ് ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാമോ? തീർച്ചയായിട്ടും. നമുക്ക് എല്ലാം കണ്ട് ഒന്ന് പരിചയപ്പെട്ട് ഒന്ന് മനസ്സിലാക്കി തരാം. അതിനുശേഷം ഇത് എക്സ്പ്രഷൻ ചെയ്ത് എന്താണ് എന്നുള്ളത് ഞാൻ അതിന് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ പോകുന്നത് ഗ്രേപ്പാണ്. ഗ്രേപ്പ് ഫ്രൂട്ട് ബിവറേജ് ഐറ്റംസ് ആണ്. ഇത് ഗ്രേപ്പ് തന്നെയാണ്. പക്ഷെ ഗ്രേപ്പ് തന്നെ നമുക്ക് 5 ടൈപ്പ് ഉണ്ട്. 5 ടൈപ്പ് ഗ്രേപ്പുകളുണ്ട്. പഴക്കത്തിനനുസരിച്ചിട്ടാണ് ഇതിന്റെ വില വരുന്നതും വാല്യൂ വരുന്നതും കാര്യങ്ങളൊക്കെ വരുന്നത്. സ്റ്റാർട്ടിംഗ് പ്രൈസ് നമുക്ക് തുടങ്ങുന്നത് ഫുള്ള് എന്ന് പറയുന്നത് 750 ml തുടങ്ങുന്നത് 495 രൂപയിലാണ് തുടങ്ങുന്നത്. അങ്ങനെയാണ് പോകുന്നത്. പിന്നെ ഇതെന്ന് വെച്ചാൽ 800 രൂപയാണ്. അപ്പൊ ഇതിന് വർഷത്തിന്റെ പഴക്കത്തിനാണ് ഇതിന്റെ മൂല്യം കൂടുന്നതും കാശ് കൂടുന്നതും. ഇത് 1 ലിറ്റർ ആണ്. ഇത് 750 എന്ന് പറയുന്നത് ഈ ബോട്ടിലാണ്. അപ്പൊ ഓരോ ബോട്ടിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ബോട്ടിലിന്റെ വ്യത്യാസം അനുസരിച്ചാണ് വിലയും പഴക്കത്തിനനുസരിച്ചിട്ടാണ് വിലയും വരുന്നത്. അങ്ങനെ ഇതുണ്ട്. അതുകൂടാതെ ഇപ്പൊ നമുക്ക് നെല്ലിക്ക, ഇത് നെല്ലിക്കയാണ്, നമ്മുടെ നല്ല നെല്ലിക്ക. ഇതാണ്. ഇതിനും ഈ പറഞ്ഞ പോലെ പഴക്കത്തിനനുസരിച്ചിട്ടാണ് വില വരുന്നത്. ഇത് 750 ബോട്ടിലാണ്. അപ്പൊ നമുക്ക് 14 തരമുണ്ട്. ഇപ്പൊ ബോട്ടിൽ തന്നെ ആ ബോട്ടിൽ പറ്റില്ല, ഈ ബോട്ടിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ബോട്ടിലുണ്ട്. അപ്പൊ 3-4 തരം ബോട്ടിലുകളാണ് നമ്മൾ ഇവിടെ ഇത് ചെയ്യുന്നത്. ഇപ്പൊ ഇത് കൂടാതെ ഇനി നമ്മുടെ അടുത്ത ഇതെന്ന് പറയുക കളറുകളിൽ തന്നെ, ബോട്ടിലിന്റെ കളറിൽ തന്നെ പല വ്യത്യാസമായ ബോട്ടിലുകളുണ്ട്. മൊത്തം നമുക്ക് 9 തരം ബോട്ടിലാണ് നമ്മൾ ഇറക്കുന്നത്. കളറുകളായിട്ടും അതുപോലെ തന്നെ മോഡലുകളായിട്ടും ഇറക്കുന്നത്. ഇതില് ഫോട്ടോ കാണുന്നുണ്ട്. ഇത് കാന്താരി ജ്യൂസ് അല്ലേ? ഇതിലൊരു ബിഫോർ ആഫ്റ്റർ എന്നുള്ള ഒരു ഫോട്ടോ വെച്ചേക്കുന്ന ഒരു കാര്യം. ഇതില് ഇപ്പൊ ഞാൻ എന്റെ ഫോട്ടോ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഇത് 5 വർഷം പഴക്കമുള്ളതാണ്. 5 വർഷം പഴക്കമുണ്ട്. അപ്പോൾ അന്ന് എനിക്ക് നല്ല വണ്ണമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ 115 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു ഒരു സമയത്ത്. അത് 90-100ലേക്ക് എത്തി. അപ്പം 100-ലെത്തിയപ്പോൾ ഉള്ള ഒരു ഫോട്ടോ എടുത്തതാണ്. അതിന് യൂസ് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ വെയിറ്റ് കുറഞ്ഞ് 90ലേക്ക് ആയി. എനിക്ക് നല്ല വയറൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആഫ്റ്റർ ബിഫോർ എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നത് അതാണ്. അതായത് നമ്മൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള വേസ്റ്റ് അഴുക്കുകൾ കത്തിച്ച് കളഞ്ഞ് ഇതിനെ നമ്മുടെ ബോഡി ക്ലീൻ ചെയ്യും. അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് കാന്താരി മുളകാട്ടോ. ഇത് കാന്താരി നല്ല എരിവുള്ള മുളകിനെ നമ്മൾ എടുത്തിരിക്കുന്നതാണ്. പക്ഷെ കുടിക്കുമ്പോൾ എരിവോ കാര്യങ്ങളല്ല. ഇതൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഡ്രിങ്ക് ആണ്. പക്ഷെ അതിന്റെ ഗുണം ഒരുപാടാണ്. കാന്താരി എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ വൈൻ എന്ന് പറയുമ്പോൾ അത് എങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് പോകുമ്പോൾ കാന്താരിക്ക് അല്ലാതെ നമ്മൾ കഴിക്കുമ്പോൾ നല്ല ഒരു എരിവാണ് ഉള്ളത്. അപ്പം വൈനിലേക്ക് വരുമ്പം അത് എങ്ങനെയായിരിക്കും അതിന്റെ ഒരു അത് വൈനിലേക്ക് വരുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഒരു റൂട്ട് കനാൽ ചെയ്യാന്ന് പറയും. അതായത് നമ്മൾ ആദ്യം കഴിക്കുമ്പോൾ അത് പോകുന്ന വഴികൾ നമുക്ക് നൈസായിട്ട് അറിയാൻ പറ്റും. പക്ഷെ ഇതിലും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന രീതി മെത്തേഡിനാണ്. ഇതിന്റെ മെത്തേഡ് അത്രയും ഹൈടെക് ആയ മെത്തേഡിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ഒരുപാട് ആളുകൾ വാങ്ങുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് കുടിച്ചാൽ 10 ദിവസം കൊണ്ട് റിസൾട്ട് ഉണ്ടാവും. 3 മാസം വരെയാണ് 3 ബോട്ടിലാണ് കഴിക്കേണ്ടത്. ഒരു ബോഡി ക്ലീൻ ചെയ്ത് നമ്മുടെ ബ്ലഡിന്റെ സർക്കുലേഷൻ എല്ലാം ഭയങ്കര ഇതായിട്ട് ആവാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ല? അങ്ങനെ ഒരു കാര്യം വേണ്ടിയിട്ട്. അപ്പൊ ഇതിന്റെ പറ്റിയിട്ടുള്ള ഗുണങ്ങൾ ഒരുപാടാണ്. കാന്താരി ജ്യൂസ് ബിവറേജ്, കാന്താരി നമ്മൾ കേട്ടിട്ടുണ്ട്. കാന്താരി കൊളസ്ട്രോളിന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു മെയിൻ കണ്ടന്റ് ആണ്. കൊളസ്ട്രോൾ കുറയ്ക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ. അതെ, നമ്മുടെ ബോഡിയിൽ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റുള്ള അസുഖങ്ങൾ വന്നു ചേരും. അതാണ് ഇതിൽ. അപ്പം ആ അടിസ്ഥാനപരമായ ഒരു അസുഖം എന്ന് പറയുന്നത് കൊളസ്ട്രോൾ ആണെങ്കിൽ ആ കൊളസ്ട്രോൾ നമ്മൾ നീക്കം ചെയ്യുക. ആ കൊളസ്ട്രോൾ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ബോഡി ഇതാവും. നമ്മുടെ അതുമാതിരി നമുക്ക് ഗുണങ്ങളും ഫെസിലിറ്റീസും കിട്ടും. നമ്മുടെ ബോഡിയിലെ ബ്ലഡ് പ്രഷർ കൂടും. ആ പ്രഷർ കൂടുന്നതനുസരിച്ചിട്ട് അതായത് ഫാസിങ് കൂടും. ഞരമ്പുകൾ അടഞ്ഞിരിക്കുന്ന അഴുക്കിനെ ഇളക്കി കളഞ്ഞുകൊണ്ട് ഇത് ചെയ്യും. ഇത് കഴിക്കേണ്ട മെത്തേഡ് ഉണ്ട്. അതായത് രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ ഒരു 40 വയസ്സിൽ താഴെയുള്ള ആളുകളാണെങ്കിൽ കഴിക്കുന്നത് 30 ml ആണ്. അത് ഒരു 45-50 വയസ്സാണെങ്കിൽ 40 ml വരെ കഴിക്കാം. അത് കഴിക്കുമ്പോൾ അടുത്തൊരു ചോദ്യം വരും, എന്താന്നുള്ളത് അൾസർ ഉണ്ടാവില്ല എന്ന്. കാരണം എരിവ് എന്നത് നമ്മുടെ കൺസെപ്റ്റ് ആണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒത്തിരി എരിവ് കഴിച്ചാൽ നമ്മുടെ ഉള്ളില് പിന്നെ അൾസർ ഉണ്ടാവും, അതുകൊണ്ട് എരിവ് അധികം കഴിക്കരുതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതെ, പക്ഷേ ഇതിൽ
ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മുളക് കാന്താരി മുളക് 4 എണ്ണം എടുത്തിട്ട് നമ്മൾ കറിയിൽ ചോറിന്റെ കൂടെ കുഴച്ച് കഴിക്കുമ്പോൾ നേരെ സ്റ്റൊമക്കിലേക്കാണ് പോവുക. ശരിയല്ല? അങ്ങനെയല്ല? അപ്പോൾ അങ്ങനെ സ്റ്റൊമക്കിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്നതാണ് അൾസറിനെ ബാധിക്കുക. ആ സമയത്ത് ഇത് കഴിക്കുമ്പോൾ നേരെ നമ്മളുടെ ബ്ലഡിലേക്കാണ് ഇതിന്റെ പവർ പോവുക. കാരണം വെച്ചാൽ മധുരമുള്ളത് കൊണ്ടും വെള്ളത്തിന്റെ അംശം കൂടുതലുള്ളത് കൊണ്ടും നേരെ ബ്ലഡിലാണ് കൂടുതൽ പ്രവർത്തനത്തിന് വേണ്ടി പോവുക. അപ്പോൾ ബ്ലഡിൽ എന്ന് വെച്ചാൽ ഞരമ്പുകളിലേക്ക്. അപ്പോൾ ഞരമ്പുകളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രവർത്തനം അവിടെ വളരെ കൃത്യമായിട്ട് നടക്കും. അപ്പോൾ സ്റ്റൊമക്കിൽ പോയിട്ട് നമുക്ക് അൾസർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒരിക്കലും ഉണ്ടാകത്തില്ല. പിന്നെ ഇത് അമിതമായിട്ടല്ല കഴിക്കേണ്ടത്. ഞാൻ അളവ് പറഞ്ഞു 30 ml, അങ്ങനെ ഒരു ലിമിറ്റ് ഉണ്ട്. കൊച്ചുകുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന അത്രയും വെള്ളത്തിന്റെ സെയിം വെള്ളം, തിളപ്പിച്ചാറ്റിയ വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കണം. കുഞ്ഞു കുട്ടികൾക്ക്, ഒരു 5-6 വയസ്സുള്ള കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ, കുഞ്ഞുകുട്ടികൾക്ക് അല്ല കൊടുക്കുന്ന വെച്ചാൽ അത് ഇഷ്ടം കൊണ്ട് കുടിക്കാം. വേണമെങ്കിൽ ഇഷ്ടം കൊണ്ട് കുടിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. കാരണം കുടിച്ച് ടേസ്റ്റ് അറിഞ്ഞാൽ ഇത് വാങ്ങിച്ച് കുടിക്കും. അത്രയ്ക്കും രുചിയാണ് അതിനും, ആ മധുരവും ഇതിൻ്റെ. അപ്പം മധുരം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും സാധാരണ വൈൻ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? വീട്ടിലുണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? അങ്ങനെ ശീലമുണ്ടോ? വൈൻ നമ്മൾ കുടിച്ചിട്ടുണ്ട്, അല്ലാതെ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കേട്ടിട്ടുണ്ടോ? അതായത് വൈൻ ഉണ്ടാക്കുമ്പോൾ എന്താണ് മധുരത്തിന് ചേർക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് 14 തരമുണ്ട്. അത് ഏതൊക്കെയെന്ന് ഞാൻ പരിചയപ്പെടുത്താം. ഇതായത് നമ്മുടെ 14 തരത്തിൽ ബസ്മതി റൈസാണ്. അതായത് അരിയിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ബിവറേജ് ഐറ്റം ആണ്. അതേപോലെ നെല്ലിക്കയിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. നമ്മുടെ ഒറിജിനൽ നെല്ലിക്കയിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. ചക്കപ്പഴം നമ്മുടെ നല്ല പഴുത്ത പഴത്തിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. ഇതൊക്കെ 4 വർഷം പഴക്കമുണ്ട്. പഴക്കത്തിനനുസരിച്ച് വിലയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് നെല്ലിക്കയുടെ തന്നെയാണ്. നെല്ലിക്കയുടെ മറ്റൊരു ഇതാണ്. ഇത് ബോട്ടിൽ മാറുന്നത്. ഇത് പഴക്കം കൂടിയതാണ്. ഇത് പഴക്കം കുറച്ച് കുറവുണ്ട്, അതുകൊണ്ടാണ് അതിൻ്റെ ഇത് വരുന്നത്. പിന്നെ സ്റ്റിക്കർ, പുതിയ മോഡൽ സ്റ്റിക്കറുകൾ നമ്മുടെ വന്നതാണ്. നമ്മളിപ്പോൾ ലാസ്റ്റായിട്ട് എടുത്ത ഇതാണ്. പിന്നെ നമുക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റിക്കർ വന്നപ്പോൾ നമുക്ക് 6 രജിസ്ട്രേഷൻ കിട്ടി. അതായത് എം വെറൈറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ രജിസ്റ്റേർഡ് ആണ്. അപ്പോൾ 6 രജിസ്ട്രേഷനുള്ള കമ്പനിയാണ് നമ്മുടെ. അത്രയും ഇതായിട്ടുള്ള ഇതാണ്. ഇത് ഈത്തപ്പഴം നമ്മൾ ഷാർജയിൽ നിന്ന് വരുത്തിച്ചിട്ടാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ ഷാർജയിൽ നിന്ന് വരുത്തിച്ചു. ഈ വർഷം നമ്മൾ സൗദിയിൽ നിന്നാണ് വരുത്തിച്ചത്. സൗദിയിൽ നിന്ന് വരുത്തിച്ചതിൻ്റെ ബോക്സ് വേണമെങ്കിൽ നിങ്ങളെ ഞാൻ ഇത് ചെയ്യാം. വേറെ ഒന്നുമല്ല, നമ്മൾ സൗദിയിൽ നിന്ന് വരുത്തിച്ച ഈത്തപ്പഴത്തിൻ്റെ പെട്ടികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ കാണിക്കുകയാണ്. നമ്മളതെന്ന് വെച്ചാൽ ഏത് പ്രൊഡക്റ്റുകളും ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റുകളും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇത് കാന്താരി മുളക് എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകത വെച്ചാൽ ഇത് റെഡ് കാന്താരി, പച്ച കാന്താരി മുളകല്ല, ചുമന്ന പഴുത്ത കാന്താരി മുളകിൽ നിന്ന് മാത്രം എടുത്തിരിക്കുന്നതാണ്. ഇതിന് വിലയും കുറച്ച് കൂടുതലാണ്, അങ്ങനെ വ്യത്യാസമുണ്ട്. ഇതും കാന്താരി തന്നെയാണ്. പക്ഷേ ഈ കാന്താരി മുളകിൻ്റെ ഇത് സ്റ്റിക്കർ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് TM രജിസ്ട്രേഷനുള്ള സമയത്തുള്ളതാണ്. അതായത് 4 വർഷം പഴക്കമുണ്ട് ഈ കാന്താരി മുളകിൻ്റെ. ഈ കാന്താരി ജ്യൂസിന് 4 വർഷം പഴക്കമുണ്ട്. പിന്നെ ഇത് ഗ്രേപ്പാണ്. ഗ്രേപ്പിൻ്റെ തന്നെ മോഡലുകൾ മാറി, കുപ്പികൾ മാറുന്നതനുസരിച്ചിട്ടുള്ള ഇതുകളാണ്. ഇപ്പോൾ ഈ കുപ്പികളും കണ്ടറിയാൻ പറ്റും, പ്രസിംഗ് ആണ്. അപ്പോൾ അതും അഡീഷണലായിട്ട് സിൽവർ കൊടുത്തിട്ട് നമ്മൾ ഒരു തുണ്ട് ലുക്കാക്കി. ഇതിനും അങ്ങനെയൊക്കെ തന്നെയാണ്. ക്യാപ്പിൻ്റെ മുകളിൽ സിൽവർ കൊടുത്ത് അങ്ങനെ ലുക്കാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ കാന്താരി മെയിനായിട്ടുള്ള സാധനമാണ്. കാന്താരിയുടെയാണ്, കാന്താരി മുളകിൽ നിന്ന് എടുക്കുന്നതാണ്. ഇത് 1/4 ലിറ്റർ ഉണ്ട്, 1/2 ലിറ്റർ ഉണ്ട്, അതുമാതിരി 1 ലിറ്റർ ഉണ്ട്. ഇത് മുന്തിരിയുടെ തന്നെ ഒരു ഐറ്റമാണ്. മുന്തിരി നമുക്ക് 5 ഐറ്റം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. മുന്തിരി 5 ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിൽ മുന്തിരിയുടെ ഏറ്റവും ഇതായിട്ടുള്ള ഷാമ്പെയിൻ എന്ന് പറയും. അതായത് കുലുക്കി കഴിഞ്ഞാൽ പതച്ച് പൊന്തുന്ന ഷാമ്പെയിൻ, അത്രയും ഒരു ക്വാളിറ്റിയുടെ സാധനം ഉണ്ടാക്കുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് മേലോട്ട് തുടങ്ങിയാൽ 500 മുതൽ 3000 വരെയാണ് വില പോകുന്നത്. അങ്ങനെയുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ഗ്രേപ്പ് വേറൊരു മോഡലുണ്ട്. ഇതിൽ ഉള്ളത് ഇത് നമ്മുടെ മാതള നാരങ്ങ, പോമഗ്രാനൈറ്റ് ആണ്, മാതള നാരങ്ങയാണ്. കുപ്പികളുടെ അനുസരിച്ച് വ്യത്യാസമുണ്ട്. ഇത് പപ്പായ, അതായത് പച്ച പപ്പായ, നമ്മുടെ കപ്പളങ്ങയുടെ നീര്, അതായത് നീരും ചെറവും മാത്രം എടുത്തിട്ട് ആണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് ബോഡിയിലെ പ്ലേറ്റ്ലേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടും ബോഡിയിലെ ബ്ലഡിലുള്ള എന്തെങ്കിലും കുറവുകൾ കാര്യങ്ങളുള്ളതിനൊക്കെ നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊറോണ വന്ന സമയത്തൊക്കെ പപ്പായയുടെ കൂമ്പ് നുള്ളിയെടുത്ത് നമ്മൾ അത് അരച്ചു കുടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കൺസെപ്റ്റിന് വേണ്ടിയിട്ട് ബ്ലഡിൽ ഇതുള്ള ആൾക്കാർക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്തിരിക്കുന്നത്. അത് ഇത് കാന്താരി മുളകിൻ്റെ ഇതാണ്. ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാന്താരി മുളകും ഇതിരിക്കുന്നത് നെല്ലിക്ക കൂടിയാണ്. ഇതിൽ എഴുതിയിട്ടുണ്ട് കാന്താരി മുളക് പ്ലസ് നെല്ലിക്ക മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇത് നമ്മൾ കടകളിൽ കിട്ടുന്ന സാധാരണ ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റായിട്ട് ഇതിനെ കാണാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ മേക്കിംഗ് അങ്ങനെയാണ്. 30 വർഷമാണ് നമ്മൾ കേടുകൂടാതെ സൂക്ഷിക്കുക എന്ന് പറയുന്നത്. അത്രയ്ക്കും ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഉണ്ടാക്കുന്ന കൂട്ടിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്ക് പറയാം കേട്ടോ. ഇതങ്ങനെയാണ്. ഇതും കാന്താരി മുളകും അതേമാതിരി തന്നെ നെല്ലിക്ക കൊണ്ട് മിക്സ് ചെയ്തതാണ്. ഇത് ഗ്രേപ്പിൻ്റെയാണ്. ഇത് മാതള നാരങ്ങ ഗ്രേപ്പുകൾ. അപ്പോൾ ഗ്രേപ്പ് പല ടൈപ്പ് ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്. ഇവിടെ ചക്കപ്പഴം
അപ്പോൾ നമ്മൾ അവിടെ പരിചയപ്പെട്ടു. ഇവിടേക്ക് വരുമ്പോൾ ഇത് നമ്മുടെ പേര് എന്താണെന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടില്ല. ഇതൊരു വെറൈറ്റി സംഭവമാണ്. ഇതിന് ഞാൻ അവസാനം പറയാം എന്താണെന്നുള്ളത്. അതൊരു വെറൈറ്റി ആയിട്ടുള്ള സാധനം കണ്ടുപിടിച്ചതാണ്. ഇത് നമ്മുടെ ചക്കപ്പഴമാണ്, നമ്മുടെ പഴുത്ത ചക്കപ്പഴം കണ്ടില്ലേ, പഴുത്ത ചക്കപ്പഴത്തിന്റെ ചക്കപ്പഴം അതാണ്. ഇതൊരു പഴക്കം എന്ന് പറയുന്നത് 3 വർഷം പഴക്കമുണ്ട്, അത്രയ്ക്ക് പഴക്കമുണ്ട്. കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇതിന്റെ ക്യാപ്പിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പഴക്കം കൂടിയ ഇതാണ്. ഇത് 2019 നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത് 2019 ഉണ്ടാക്കി തുടങ്ങുന്നത്, മാർക്കറ്റിംഗ് തുടങ്ങാൻ എന്ന് കരുതിയിട്ട് തുടങ്ങുന്നത്. നമ്മുടെ ലൈസൻസ് എടുത്തിരിക്കുന്നത് 2019 ഉദ്യമാധാർ എന്ന് പറയുന്ന പ്രധാനമന്ത്രി ലൈസൻസ് മുതൽ ഇന്ന് കേരളത്തിൽ ഇറങ്ങിയിരിക്കുന്ന എല്ലാ ലൈസൻസും നമ്മുടെ കയ്യിൽ സ്വന്തമാണ്. അത്രയ്ക്ക് നോക്കിയിട്ടാണ് നമ്മൾ ഇതായിട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് കൊടുക്കാൻ വെച്ചിരിക്കുന്നതല്ല, ഇത് എന്നോട് 2500 രൂപ വരെ കോട്ടയത്ത് നിന്ന് ഒരു ചേട്ടൻ വന്ന് ചോദിച്ചു. ഇത് 1 ലിറ്റർ ആണ്. ഇതിന്റെ പ്രത്യേകത പഴകം തോറുമാണ് ഇതിന്റെ രുചി കൂടുതൽ, ക്വാളിറ്റി കൂടുതൽ. അപ്പൊ അങ്ങനത്തെ ഒരു ഇതുള്ളതുകൊണ്ടാണ് അതങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത്. ഇടാത്തതുകൊണ്ടാണ് 2500 ചോദിച്ചിട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നതാണ്, അങ്ങനെ ഒരു ആഗ്രഹത്തിൽ. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും പഴക്കമുള്ള ഇത് തന്നെയാണ്. അതിന്റെ വിലയും വ്യത്യാസമുണ്ട്. ഗ്രേപ്പിലാണ്, ഇതും ഗ്രേപ്പ് തന്നെയാണ്. പക്ഷേ ഇതിന്റെ കളറിങ്ങിൽ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് തോന്നും. കാരണം വെച്ചാൽ ഇത് ക്വാളിറ്റി കൂടുന്നതനുസരിച്ചിട്ട് അതിന്റെ കളറിൽ ചെറിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും, പ്യൂർനെസ് വന്നിരിക്കും. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല സ്മൂത്ത് ആണ് കുടിക്കുമ്പോൾ. അതെന്തുകൊണ്ടാണ്? തിക്നെസ് ഇല്ല, നൈസാണ്. അതിന് കാരണം ഒരു സീക്രട്ടാണ്, അത് ഞാൻ പിന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഇത് എന്ന് പറയുന്നത് നമുക്കൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റം ആണ്. ഇത് നമുക്ക് ഇതിന്റെ പരിചയപ്പെടുത്തി ഞാൻ പറഞ്ഞു തരാം. ഇതൊരു വേൾഡിലെ ആദ്യത്തെ ഒരു വൈനാണ്. അതെ, അതായത് ലോകത്തിൽ ആദ്യമായിട്ട് വൈൻ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. വൈൻ ഉണ്ടാക്കാൻ പക്ഷെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാക്കി നോക്കാതെ എങ്ങനെയാണ് അത് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് അറിയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരു സ്പെഷ്യലായിട്ട് ഞാൻ കണ്ടുപിടിച്ചതാണ്. 2 വർഷത്തോളം എടുത്തു അത് നമുക്കൊന്ന് കഴിച്ചു നോക്കി അതിന്റെ റിസൾട്ട് എടുക്കാനായിട്ട്. ലാബ് റിസൾട്ട് അടക്കമാണ് നമ്മൾ ഇതിന് കയ്യിലിരുന്നത്, നമ്മുടെ ഉള്ളതാണ്. 1 വർഷം എടുത്ത് ഇതിന്റെ പരീക്ഷ നടത്താനായിട്ട്. അത്രയ്ക്കും വലിയൊരു ഹൈടെക് സാധനം ലോകത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ഞാൻ സ്വന്തമായിട്ട് അവകാശപ്പെടുന്നതല്ല, ഞാൻ പല ഇതിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടിട്ടില്ല. അങ്ങനെയാണ്. അതെന്താന്നുള്ളത് ഒരു ക്യൂരിയോസിറ്റിയാണ്. നമുക്ക് എന്തായാലും ഞാൻ അതിനെ പറ്റി ബാക്കി പറഞ്ഞു. സീക്രട്ട് ഉണ്ട് ഇതിൽ. ഈ ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ യു കെയിലായിരുന്നപ്പോൾ UK നിന്ന് കൊണ്ടുവന്ന ക്യാപ്സ് ആണ് ഇതല്ല. UK നമ്മൾ അപ്പോൾ നമ്മൾ വൈൻ്റെ ഒരു ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒറിജിനൽ ആൽക്കഹോളുള്ള വൈൻ്റെ തുടങ്ങാൻ വേണ്ടിയിട്ട് UK കമ്പനി രജിസ്ട്രേഷൻ കഴിഞ്ഞ് വന്നതാണ്. ഇപ്പോൾ ലണ്ടനിലായിരുന്നത് കൊണ്ട് അവിടെ നിന്ന് വന്നതാണ്. അപ്പോൾ വന്ന് അവിടെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പ്രൊസീജിയർ അവിടെ ചെന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അടുത്ത ക്രിസ്മസിന് UK വൈൻ കൊടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു നല്ലൊരു ത്രില്ലാണ് നിൽക്കുന്നത്. പതിവ് നമ്മൾ UK തിരിച്ചു പോകും. അപ്പോൾ അതിന് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഈ ക്യാപ്പ് വരുന്നത്. ഈ ക്യാപ്പിന് തന്നെ ഇവിടെ 200 താഴെ 180 രൂപയോളം അവിടെ വിലയുണ്ട്. നമുക്ക് ഒരു ക്യാപ്പിന് വില വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ബോട്ടിൽ അത് ഇടുമ്പോൾ അത്രയും വില കൂട്ടി വിൽക്കണം. പക്ഷെ ഇപ്പം നമ്മൾ ഇവിടെ അങ്ങനെ വെക്കുന്നില്ല. ക്വാളിറ്റിയുടെ അനുസരിച്ച് തന്നെയാണ് കൊടുക്കുന്നത് വില. നമ്മൾ തന്നെ ഇവിടെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവരണം. ഇനി നമ്മുടെ ബ്രാൻഡ് ഇറങ്ങുമ്പോൾ എം വെറൈറ്റി എന്ന് പറയുന്ന ബ്രാൻഡിൽ വരുമ്പോൾ ഈ ക്യാപ്പും ഈ ബോട്ടിലും കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും മനസ്സിലാവും ഇത് എം വെറൈറ്റി ആണ് എന്ന സെലക്ഷന് വേണ്ടിയിട്ട് ഒരു ബ്രാൻഡാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ക്യാപ്പ് അങ്ങനെ സെലക്ട് ചെയ്തിരിക്കുന്നത്. മറ്റുള്ള ക്യാപ്പുകളും ചിലപ്പോൾ വരാൻ സാധ്യതകളുണ്ട്, വേറെ മോഡൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഓക്കെ, ഇവിടെ ഒരു ചെറിയ ബോട്ടിൽ കാണുന്നുണ്ട്. ഇത് വൈൻ തന്നെയാണോ? ഇതെന്താണ് ഇത് എന്ന് പറയുന്നത്? വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇത് നെല്ലിക്ക, അതായത് കാട്ടു നെല്ലിക്ക എന്ന് പറയും. മല ഏരിയ ആയതുകൊണ്ട് മംഗലം ഡാം എന്ന് പറയുന്നത് ഒരു പ്രകൃതി ഭംഗിയുടെ മലയോര പ്രദേശത്തേക്ക് കൂടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന കൂടെ ഇവിടെ ഒത്തിരി വെള്ളച്ചാട്ടങ്ങൾ കാര്യങ്ങളുണ്ട്. ആലിങ്ങൽ വെള്ളച്ചാട്ടം, അതേമാതിരി മംഗലം ഡാം ടൗൺ ടൂറിസ്റ്റ് മേഖല, കടപ്പാറ എന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ കടപ്പാറയിലേക്ക് പോകുന്ന വഴിക്കാണ് മംഗലം ഡാം കഴിഞ്ഞ് 1 കിലോമീറ്റർ നീങ്ങി വരുമ്പോഴാണ് നമ്മുടെ ഈ ഷോപ്പ് കൂടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കാട്ടു നെല്ലിക്ക, അത് കാട്ടിൽ കിട്ടുന്ന ഒറിജിനൽ ചെറിയ നെല്ലിക്ക. ഇതിനെപ്പറ്റി അറിയാവുന്നവർക്ക് അറിയാം. അതിൽ ഏറ്റവും കൂടുതൽ ഗുണങ്ങളുള്ളത് കാട്ടു നെല്ലിക്കനാണ്. കുഞ്ഞതായിരിക്കും, പക്ഷെ അതിന്റെ രുചിയും ഭയങ്കര വ്യത്യസ്തമായിരിക്കും. പിന്നെ കാന്താരി മുളക് നമ്മുടെ ഒരു ഹൈ ഇതാണ്, ഫെസിലിറ്റീസ് ആണ്. പിന്നെ ഇഞ്ചി. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മിക്സ് ചെയ്തിട്ട് ഇതിൽ കൂടാതെ കുറച്ച് ഹെൽത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ചേർത്തിട്ടുണ്ട്. ഇത് കുടിച്ചാൽ ചവർപ്പാണ്, ചവർപ്പാണ്. അപ്പോൾ അല്ല, പക്ഷേ ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് ഇത് ഷുഗറുകാർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ സാധനമാണ്. ഇത് നമ്മൾ ലാബ് റിസൾട്ട് എടുത്തതാണ്, ടെസ്റ്റ് ചെയ്താണ്, സൈഡ് എഫക്റ്റുകൾ ഇല്ലാന്ന റിസൾട്ട് നമുക്കുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ഷുഗറുകാർക്ക് കുടിക്കുക എന്ന് പറഞ്ഞാൽ ഇത് 50 ദിവസം ഈ ബോട്ടിൽ 2 ദിവസം കുടിക്കാനുള്ളതാണ്. ഈ ബോട്ടിൽ 2 ദിവസം കഴിക്കാനുള്ള ബോട്ടിലാണ്. ഇതിലുള്ളത് ഈ ഉള്ളതിന്റെ പകുതി വെച്ച് കുടിക്കുക. ഒരു 100 ml ആണ് ഇത്. ഒരു ബോട്ടിലിന് വരുന്ന വില 20 രൂപയുള്ളത്. അപ്പൊ 50 ദിവസം ഇത് ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൺട്രോൾ ആവും. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അങ്ങനെയാണ്, അത്ര ഇതാണ്. അപ്പോൾ സൈഡ് എഫക്റ്റ് ഇല്ല, മറ്റുള്ള പ്രശ്നങ്ങളൊന്നും, ഹെൽത്തിന് പ്രോബ്ലംസ് ഒന്നുമില്ല. ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗ്യാസിന്റെ പ്രോബ്ലംസ് പരിഹരിക്കപ്പെടും. ബ്ലഡിലുള്ള വേസ്റ്റ് അഴുക്കുകൾ കത്തിച്ച് കളയുന്ന സിസ്റ്റം അതിലുണ്ട്. മൊത്തത്തിൽ ബോഡി ക്ലീൻ ചെയ്യാനായിട്ടും ഷുഗർ ഉള്ളവർ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ്. കഴിക്കുമ്പോൾ ചെറിയ ചവർപ്പുണ്ട്, പക്ഷെ എന്നാലും അത് കഴിച്ച് ശീലിച്ചാൽ കുറച്ച് നല്ലതാണ്. ഇത് ഒരുപാട് ആളുകൾ കഴിച്ചിട്ട് നമുക്ക് അത് റിസൾട്ട് വന്നിട്ടുണ്ട്, ഫീഡ്ബാക്ക് ഉണ്ട്. കാരണം വെച്ചാൽ ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഷുഗർ കയറിയിട്ട് കഴിച്ച ആൾക്കാരുണ്ട്. ഹൈ ഷുഗറുള്ള ആൾക്കാർ കാലിന്റെ പാദം വരെ
വരെ വേദന എടുക്കുന്നു, പൊള്ളുന്നു എന്ന് പറയുന്ന ഷുഗർ ഹൈ ആകുമ്പോൾ പറയും. ആ സിസ്റ്റത്തിൽ വരെ കഴിച്ചിട്ട് ആശ്വാസമായി എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അത് ആവശ്യക്കാർക്ക് അത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് വലിയ ബോട്ടിൽ അതിന്റെ നമ്മൾ കൊടുക്കുന്നുണ്ട്, ദിവസത്തേക്കുള്ളതാണ് ഈ ബോട്ടിൽ കൊടുക്കുന്നത്. ഇത് 95 രൂപയുള്ളൂ. ഇത് എത്ര ml വരും? ഇത് 500 ml. അങ്ങനെയാണ് ഇതിന്റെ. അപ്പോൾ വലിയ ബോട്ടിൽ എടുക്കുമ്പോൾ 5 രൂപ. വെറൈറ്റി ബോക്സുകൾ ഉണ്ടല്ലോ, ഇത് നമ്മൾ പാക്കിങ്ങിനുള്ള ഉപയോഗിക്കുന്നതാണോ? പാക്കിംഗ് ഈ ബോക്സുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തെർമോക്കോളിന്റെ ബോക്സ് ആണ്. ഈ ബോക്സ് നമ്മൾ പ്രത്യേകം പറഞ്ഞുണ്ടാക്കിയിരിക്കുന്ന ബോക്സുകളാണ്. ഇത് ഞാൻ എൻ്റെ 3-ാം വർഷത്തെ ഈ കമ്പനി തുടങ്ങി 3-ാം വർഷം ഓൺലൈൻ സർവീസ് ഇത് തുടങ്ങിയതാണ്. ഓൺലൈനിൽ നമ്മൾ ഓൺലൈനിൽ വിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ അതിന്റെ ഉള്ളിലൊക്കെ നല്ല സ്ട്രോങ് ഇതാണ്. 3 ബോട്ടിൽ വരെ 3 ലിറ്റർ വരെ പാക്ക് ചെയ്യാം. ഈ 2 ലിറ്റർ വേണമെന്നാൽ 2 ലിറ്റർ പാക്ക് ചെയ്ത് കൊടുക്കും. ഇത് കെട്ടി അല്ല, ഇതിന്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് കൂടുതൽ വീതി കുറവ്, അതാണല്ലോ ഇതിൻ്റെ. ഇത് 6 ലിറ്ററിന്റെ ആണ് ഈ ബോക്സ് വരുന്നത്. ഇതിപ്പോൾ നമുക്ക് ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊറിയർ വിടുമ്പോൾ സീലടിച്ച് കെട്ടി കൊറിയർ വിടും. ഒരു ബോക്സിൽ പോലും ഒരു കുപ്പി ബോട്ടിൽ ഡാമേജ് ആവില്ല. അത്രയും പാക്കിംഗ് അങ്ങനെയായിരിക്കും. ആ പാക്കിങ്ങിന്റെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതിലങ്ങനെയാണ് അത് വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റിക്കറാണ്. ഇത് നമ്മൾ സ്റ്റിക്കർ അടിച്ച് വിടും. ഇതിപ്പോൾ റിബൺ കെട്ടി അതേമാതിരി തന്നെ പാക്ക് ചെയ്ത് സീലടിച്ച് ഉള്ളിൽ ബോക്സ് ബോട്ടിൽ അനങ്ങാതെ ഫുൾ തെർമോക്കോളിൽ പാക്ക് ചെയ്ത് അങ്ങനെ ഹൈടെക് രീതിയിലാണ് വിടുന്നത്. ഇത് കേരളത്തിൽ എവിടെ വേണമെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്താൽ 24 മണിക്കൂർ കൊണ്ട് നമുക്ക് കേരളത്തിൽ കിട്ടും. ഈ ഓർഡർ ചെയ്താൽ 24 മണിക്കൂർ കിട്ടും. പിന്നെ എറണാകുളം, തൃശ്ശൂരൊക്കെയാണ്, ട്രിവാൻഡ്രമൊക്കെ ചിലപ്പോൾ രാത്രി തന്നെ കിട്ടും ഓർഡർ ചെയ്താൽ. കാരണം പല ബസ്സുകൾ ടൈപ്പ് ഉണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ വൈകുന്നേരം പോകുന്ന സമയത്ത് കൊടുത്താൽ 4-5 മണിക്കൂർ കൊണ്ടൊക്കെ ചിലപ്പോൾ കിട്ടുന്ന കൊറിയറുകളുണ്ട്. ഇത് കൊറിയർ DTDC ആയിട്ടാണ് കൊടുക്കുന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുണ്ട്. അപ്പോൾ അവിടെ കൊടുത്ത് നമ്മൾ അവർ കൊടുത്തു വിടും. പിന്നെ ഇത് കൂടാതെ ഈ ബോക്സിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ബോക്സ് മാത്രമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബോട്ടിൽ വാങ്ങിക്കുമ്പോൾ ഈ ബോക്സ് നമുക്ക് ഫ്രീ ആണ്. അതായത് ഒരു ആവറേജ് 1800 മേലോട്ടുള്ള സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ 2 ബോട്ടിൽ 3 ബോട്ടിലൊക്കെ മേടിക്കുകയാണെങ്കിൽ നമ്മൾ ബോക്സ് ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പോൾ ബോക്സിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഫ്രീസിങ്, അതായത് ഐസൊക്കെ ഇട്ട് വല്ല മീനോ ഫിഷൊക്കെ വാങ്ങിക്കാൻ, ഫിഷ് മീറ്റൊക്കെ മേടിക്കാനായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഈ നമ്മൾ വണ്ടി കൊണ്ടൊക്കെ പോകുമ്പോൾ എടുത്തു വെച്ചാൽ ഫ്രഷ് മീൻ കാണുമ്പോൾ ഉപയോഗിക്കാം. ഐസ് പണ്ട് പറയുന്നത് നെയ്യപ്പം തന്നെ 2 കാര്യം എന്ന് പറഞ്ഞു തരികയാണ് നമ്മുടെ ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മേടിക്കുമ്പോൾ ഇത് ഫ്രീ ആണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ കൊറിയർ ചാർജ് നമ്മൾ ഈടാക്കുന്നുണ്ട്. കാരണം നമുക്ക് കൊറിയർ ചാർജ് കൂടി വഹിക്കാനുള്ള അത്രയും ബെനിഫിറ്റ് ലോസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇതുണ്ട്. പക്ഷേ ഇത് വേണ്ടവർക്ക് മാത്രമായിട്ട് നമ്മൾ 100 രൂപയ്ക്ക് ഈ ബോക്സ് മാത്രം കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ മേടിക്കുന്നത് ആധികാരികമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. ചേർക്കുന്ന അല്ലെ പ്രൊഡക്ഷനായിട്ട് നിങ്ങൾ ചേർക്കുന്ന കണ്ടന്റുകളെ കുറിച്ച് കൂടെ ഒന്ന് പറയാമോ? എന്തൊക്കെ കണ്ടന്റുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത്? ഇതിന്റെ കണ്ടന്റുകളെ കുറിച്ച് നമുക്ക് അങ്ങനെ സീക്രട്ട് ആണ് കുറച്ച് കണ്ടന്റുകൾ. എന്ന് വെച്ചാൽ നമ്മള് പണ്ട് കാലത്തൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വൈൻ ഉണ്ടാക്കി വെച്ചാൽ വീടുകളൊക്കെ വൈൻ ഉണ്ടാക്കുന്ന ഒരു രീതിയുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ 2-3 ലിറ്ററൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയുണ്ട് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ പറയുന്നത് വെച്ചാൽ ഇത് കേടാവാണ്ടിരിക്കാൻ വേണ്ടി റമ്മ് ചേർത്ത് ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ ഉപയോഗിക്കാറില്ല. പക്ഷെ ഞാൻ പ്രകൃതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതിയിലുള്ള ഒരു പഴം കണ്ടുപിടിച്ച് ആ പഴത്തിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് ആ പഴം ചേർത്ത് ഉണ്ടാക്കി നോക്കി അത് കേടുകൂടാതിരിക്കാൻ പറ്റുമോ ഇല്ലെന്നുള്ള ലാബ് ടെസ്റ്റ് റിസൾട്ട് നടത്തി അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ 30 വർഷം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തിൻ്റെയും ഒരു ഇതെന്ന് പറയുന്നത് ബേസ് എന്ന് പറയുന്നത് അത് കേടാവാതിരിക്കും. അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജി. അപ്പോൾ അത് എന്തെന്നുള്ള സീക്രട്ടാണ്, പുറത്ത് പറയാൻ പറ്റത്തില്ല. ഇതിലേക്ക് എത്തിച്ചേരുന്ന ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചൊന്ന് പറയാമോ? അതായത് നമ്മളിപ്പോൾ വൈൻ മേഖല എന്ന് പറഞ്ഞൊരു മേഖലയിലേക്കായിട്ടല്ല വന്നത്. അതായത് ഞാൻ എൻ്റെ ഏത് പ്രൊഡക്റ്റുകളും ഞാൻ ഏത് ജോലി ചെയ്യുന്നതും വെറൈറ്റി എന്നാണ്. നമ്മൾ വെറൈറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഷോപ്പിന്റെ പേരുകളും എല്ലാ പേരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെ പല കാര്യങ്ങളും കാണുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ട് മറ്റുള്ളവർ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന് മുൻപ് അത് ഒന്നും കൂടി മെച്ചപ്പെടുത്തി വേറൊരു രീതിയിൽ ചെയ്യുക. കാണുമ്പോൾ കേൾക്കുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് ഇമ്പ്രസ് ഉണ്ടാവണം. അത് നമ്മളിൽ ഒരു വ്യത്യസ്തനാണ് എന്ന് തോന്നണം. അപ്പം ഞാൻ ആദ്യമായിട്ട് വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ സൗദിയിലൊക്കെ ആയിരിക്കുമ്പോൾ അവിടെ സൗദി അറേബ്യയിൽ ഒരു ഒരു മെഷീനറി, അതായത് ഒരു ഫിൽട്ടർ സിസ്റ്റം കമ്പനി ഉണ്ടാക്കുന്നതിന് മുൻപേ ഞാൻ ഉണ്ടാക്കി സെറ്റ് ചെയ്തു. അവസാനം ആ കമ്പനി അത് ഉണ്ടാക്കാനായിട്ട് കടകളിൽ ഓർഡർ പറഞ്ഞപ്പോഴേക്കും ഹോട്ടലുകൾ അത് വെള്ളവും വേസ്റ്റും വേർതിരിക്കുക എന്ന് പറയും. അപ്പം അത് നമ്മൾ അന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷമാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത് ഇങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലെന്ന്.
ആ സമയത്ത് പ്രൊഡക്റ്റ് ഉണ്ടായി, ഞാൻ എക്സാമ്പിൾ പറയാണ് എന്തുകൊണ്ടാണ് വ്യത്യസ്തമായത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഉണ്ടാക്കിയ സമയത്ത് കടകളിൽ വന്നിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പോവാണ്, അത് കടകളിൽ വെക്കണമെന്ന് പറഞ്ഞപ്പോൾ കടയിൽ മലയാളിയായ കോഴിക്കോടുകാരൻ്റെ കടയിലാണ് ഞാൻ ഇത് ആദ്യമായിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആൾ പറഞ്ഞു ഇത് ഇവിടെ വർഷങ്ങൾക്കും വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആരാന്ന് ചോദിച്ചു, എന്നെ വിളിച്ചു, എന്നോട് സംസാരിച്ചു, ഇതിൻ്റെ ഐഡിയാസും കാര്യങ്ങളെല്ലാം അവർ കണ്ടു, അവരത് എടുത്തു, അവർ പിന്നീട് ഉണ്ടാക്കിയ പ്രൊഡക്റ്റിന് ഇതെല്ലാം യൂസ് ചെയ്ത് അവരങ്ങനെ ഒരു ഐറ്റം സെക്ഷൻ ഉണ്ടാക്കി ഇത് ചെയ്തു. അപ്പോൾ ഞാൻ വ്യത്യസ്തമായ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല നമ്മുടെ വ്യത്യസ്തത ഒരുപാട് ഇതുണ്ട്, നമ്മൾ ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മേഖലയിലേക്ക് വരുമ്പോഴും ആദ്യം ഞാൻ ജ്യൂസാണ് ഉണ്ടാക്കിയത്. ഞാൻ ഏത് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലും ഞാൻ തന്നെ കുടിച്ച് അത് ഞാൻ ടെസ്റ്റ് ചെയ്ത് എൻ്റെ ബോഡി, അതായത് ഞാനൊരു കുടിച്ച് കുറച്ചാൽ നോക്കിയിട്ട് ഞാനത് ബോഡി പോയിട്ട് ബ്ലഡിൽ, അതായത് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, അതുകൂടാതെ ബോഡിയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നമ്മുടെ ലോജിക്കായിട്ട് അറിയാമല്ലോ, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയാണ് ഇങ്ങനെ ഉണ്ടാക്കിയ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് കോഴിയിറച്ചി പായസം എന്ന് പറയുന്ന ഒരു പായസം 3 വർഷം മുമ്പ് ഉണ്ടാക്കിയിരുന്നു. അതിന് മുൻപേ ഞാൻ ഇത് പരീക്ഷണം നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ പ്രൊഡക്റ്റിലേക്കും ഈ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നു വരുന്നത്. അപ്പം നമുക്ക് വിപണികളിൽ പലതരത്തിലുള്ള ബിവറേജ് ഐറ്റംസ്, വൈനുകൾ ഒക്കെ ലഭ്യമാണല്ലേ കാലത്ത്. അപ്പം എന്തുകൊണ്ട് ഞാനൊരു വെറൈറ്റിയുടെ ഒരു വൈൻ എന്തുകൊണ്ട് ഞാൻ മേടിക്കണം? എന്താണ് നിങ്ങളുടെ ഒരു യുണീക്ക് സെല്ലിംഗ് പോയിന്റ്? അതായത് USP എന്ന് പറയുന്ന യുണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് മറ്റുള്ള വൈനുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ ഗുണവും. അപ്പോൾ നമ്മളൊരു കമ്പനിയോ അല്ലെങ്കിൽ മറ്റുള്ള പ്രൊഡക്റ്റിനെ താത്തിക്കെട്ടി പറയുന്നതല്ല. ഇത് എസ്പെഷ്യലി ഒരു 90% ഞാൻ അന്വേഷിച്ചിടത്തോളം ഉണ്ടാക്കുന്നത് പഞ്ചസാര, ശർക്കരയാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മളതല്ല, അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് കടക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടും നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടും ഒരു കസ്റ്റമർ അത് വാങ്ങിയാൽ നാളെയും വാങ്ങണം, അല്ലെങ്കിൽ അത് കുടിച്ചാൽ അതിൻ്റെ ക്വാളിറ്റി ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പ് തരുന്ന ഒരു നമുക്ക് സെയിൽ നടക്കണമെങ്കിൽ അതിൽ എന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടായിരിക്കണം. അപ്പോൾ ആ വ്യത്യസ്തത ഞാൻ എന്ന് പറയുന്നത് ഞാൻ ഉപയോഗിക്കുന്നത് ഫുൾ കൽക്കണ്ടമാണ്. കൽക്കണ്ടം എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലിയാണ്. നമുക്കറിയാം 95 രൂപ 100 രൂപയോളം നമുക്ക് കിലോയ്ക്ക് വില വരുന്നുണ്ട്. പഞ്ചസാര എന്ന് പറയുമ്പോൾ 35 രൂപ വരെയുള്ളൂ. ശർക്കരയും ആവറേജ് അതാണ്. അപ്പോൾ 3 ഇരട്ടി കോസ്റ്റ് കൊടുത്തിട്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ആ ക്വാളിറ്റി തന്നെ വലിയൊരു ക്വാളിറ്റിയാണ്. കൽക്കണ്ടം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത്, അതിനെപ്പറ്റി നന്നായിട്ട് അറിയാം. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്, ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈത്തപ്പഴം. നമ്മൾ സാധാരണ വൈൻ ഉണ്ടാക്കണമെങ്കിൽ മാർക്കറ്റിൽ പോയിട്ട് ഇവിടെ കിട്ടുന്ന ഈത്തപ്പഴം മേടിക്കും. ഞാനിത് ഷാർജയിൽ നിന്ന് വരുത്തിച്ചാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം, ഈ വർഷം നമ്മൾ സൗദിയിൽ നിന്നാണ് വരുത്തിച്ചത്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റുകൾ എടുക്കുമ്പോഴും അതിൻ്റെ ക്വാളിറ്റി എത്രയുണ്ടെന്നും അത് കൊണ്ടുവന്നതിന് ശേഷം അതിൻ്റെ ക്വാളിറ്റി നല്ലോണം നോക്കിയതിന് ശേഷമാണ്. ഇപ്പോൾ നമ്മളൊരു 100 കിലോ മുന്തിരി എടുക്കുകയാണെങ്കിൽ ആ മുന്തിരി വെള്ളത്തിലിട്ട് കഴുകി അപ്പം തന്നെ അല്ല ചെയ്യുന്നത്. ആ മുന്തിരിയിൽ നിന്ന് കേടുള്ളതിനെ വേർതിരിച്ചെടുത്ത് അതിനെ നമ്മൾ പലതരം, അതായത് അതിലുള്ള കെമിക്കൽ കളയുന്ന രീതിയിൽ വാഷ് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പ്രോസസ്സിംഗ് വിടുന്നത്. അപ്പോൾ അതിൽ ചേർക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകൾ ഹൈ ക്വാളിറ്റി വിലയുള്ള കൂട്ടുകളാണ് ചേർക്കുന്നത്. എന്ന് കരുതി ആൽക്കഹോൾ ഉണ്ടാക്കാവുന്ന മറ്റുള്ള തരത്തിലുള്ള ഒരു ഐറ്റംസ് നമ്മൾ ചേർക്കുന്നില്ല. നാച്ചുറൽ ഫ്രൂട്ട്സും അതിനോട് ചേരുന്ന എന്തെങ്കിലും ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് ശരീരത്തിന് ബോഡിക്ക് ആവശ്യമാണ് ആ ഒരു ക്വാളിറ്റി. പിന്നെ മറ്റുള്ള ഇതിനെ അപേക്ഷിച്ച് നോക്കിയാലും നമ്മുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പം എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് മറ്റുള്ള വൈനുകൾ വാങ്ങിച്ചു കുടിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ വലിയ ബോട്ടിലും ഭംഗി കൂടുതലായിരിക്കും. നമുക്ക് അറിയാം നല്ല സ്റ്റൈലിഷ് ബോട്ടിലുകളൊക്കെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുമല്ലോ. പക്ഷേ അതിനേക്കാൾ ഉപരി അതിൻ്റെ ഉള്ളിലുള്ള ക്വാളിറ്റിക്കാണ്. നമ്മൾ പുറത്ത് ഒരുപാട് ഭംഗിയേക്കാൾ കൂടുതൽ മനസ്സിലൊരു നന്മയുണ്ടാവണം, അല്ലെങ്കിൽ സത്യസന്ധത ഉണ്ടാവണം, ഒരു നല്ലൊരു ഇതുണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ഗുണം ഉണ്ടാവുള്ളൂ. നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ഹെൽത്തിന് ഒരു ഇഷ്യൂ വന്നു അല്ലെങ്കിൽ അതിന് സംബന്ധമായിട്ട് കാര്യങ്ങൾ വരുന്നു എന്ന് പറയുന്നത് നമുക്ക് അത്രയ്ക്ക് നല്ലതല്ലല്ലോ. അതിനൊരു ആൻസർ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളൊരു വൈൻ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് ബിവറേജ് ഐറ്റംസ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇത് ലാബ് ടെസ്റ്റ് നടത്തിയിട്ടാണ് നമ്മൾ വിൽക്കുന്നത്. അതായത് ഇത് ഉണ്ടാക്കി ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കി അതിനുശേഷമാണ് ലാബ് ടെസ്റ്റ് നടത്തുന്നത്. അല്ലാതെ ലാബ് ടെസ്റ്റ് നടത്തിയല്ല ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ എന്നിൽ തന്നെ ആത്മവിശ്വാസം ഉള്ളത് കൊണ്ട് ഞാൻ സ്വന്തമായിട്ട് ആത്മവിശ്വാസമുള്ള ആളാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര എന്നിൽ തന്നെ ആത്മവിശ്വാസമുള്ള ഒരാളാണ്. അപ്പം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് എനിക്ക് വിശ്വാസമാണ്, ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എനിക്കറിയാം. അപ്പം ഞാനത് 2-3 പ്രാവശ്യം ഉപയോഗിച്ച് നോക്കും. ഉപയോഗിച്ച് നോക്കിയ ശേഷം ലാബിൽ കൊടുക്കും. ലാബിൽ നിന്ന് ടെസ്റ്റ് റിസൾട്ട് കിട്ടുമ്പോൾ അതിൽ എന്തെങ്കിലും ബോഡിക്ക് മോശമായ കാര്യങ്ങളോ അല്ലെങ്കിൽ ക്വാളിറ്റി ടെസ്റ്റ് എന്ന് പറയും. അപ്പം നമുക്കൊരു 5-6 ഐറ്റം ടെസ്റ്റ് ചെയ്യാം.
ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടാവും ഇത്ര ശതമാനം പ്രോട്ടീൻ, ഇത്ര ശതമാനം അതിന്റെ കണ്ടന്റ്. ഇങ്ങനെ നമുക്ക് പേരുകൾ ഇപ്പം എടുത്ത് പറയുന്നില്ല, നമ്മൾ അങ്ങനെ എന്തൊക്കെയാണോ ഇത് വേണ്ടത് അപ്പൊ അവർ തന്നെ പറയും ഇത് നിങ്ങൾക്ക് മാർക്കറ്റിൽ വിൽക്കാം, ഇത് വിൽക്കാനുള്ള എല്ലാ ക്വാളിറ്റി ഇതിലുണ്ട്. അവരിൽ നിന്നൊരു ലൈസൻസ് നമ്മൾ കിട്ടിക്കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് സെല് ചെയ്യാം. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ പല ഇഷ്യൂകൾ ഉണ്ടായ പോലും എന്തെങ്കിലും ചെക്കിങ് വന്നാൽ പോലും നമ്മൾ ഓൾറെഡി പേപ്പർ കൊടുക്കുന്നുണ്ട്. അതായത് നമുക്ക് ലാബ് ടെസ്റ്റ് നടത്തിയതാണ് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ വരുന്ന കസ്റ്റമർ ആയാലും ചിലവരൊക്കെ നല്ല ഹൈ ക്വാളിറ്റി ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് ഇതിൽ പാലക്കാട് പോയി അവർ വന്ന് ഇവിടെ ഒന്ന് വാങ്ങിയിട്ടുണ്ട്, ഗുരുവായൂർ നിന്ന് പോകണവർ വാങ്ങിയിട്ടുണ്ട്, എറണാകുളത്ത് നിന്ന് ഇത് വാങ്ങിക്കാൻ വേണ്ടി ഒരു വണ്ടിക്ക് ഇവിടെ വന്നിരുന്നു, നമ്മുടെ ഷോപ്പിൽ വന്നിരുന്നു. അത് ഫേസ്ബുക്കിൽ കാണുന്നുണ്ട്, പിന്നെ ഇതുണ്ട്. അപ്പോൾ ഒത്തിരി ആളുകൾ വാങ്ങിയിട്ട് നമ്മളോട് റിവ്യൂ പറയുന്ന മാതിരി തന്നെ മൊബൈലിൽ മെസ്സേജ് അയക്കുകയും വിളിച്ചിട്ട് പറയും നല്ല സാധനമായിരുന്നു എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്ത് സംഭവം ഈ ക്രിസ്മസിന് ആഘോഷിക്കാൻ വേണ്ടി ഓസ്ട്രേലിയയിൽ 4 പിള്ളേർ വന്നിരുന്നു. അപ്പോൾ ഒരു ഗസ്റ്റ് ആയിട്ട് അവർ വരുന്നത് കൊണ്ട് ഒരു എറണാകുളത്ത് നിന്ന് ഒരു ഗീട്ടൊക്കെയാണ് ആളുകളെ വിളിച്ചിട്ട് 3 ബോട്ടിൽ വേണമെന്ന് പറഞ്ഞു. ശരി, ഓക്കെ, ഇന്നലെ കൊറിയർ അയച്ചു കൊടുത്തു. എനിക്ക് 3 ദിവസം കഴിഞ്ഞ് കമ്പനി കൂടി അവരത് കഴിച്ചതിന് ശേഷം എനിക്ക് മെസ്സേജ് അയച്ചു, ഇത് ഞങ്ങൾക്ക് പോകാൻ നേരത്ത് ഈ 2 ബോട്ടിൽ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ നിങ്ങൾ റിവ്യൂ തരാം, കാരണം അത്രയും നല്ല പ്രൊഡക്റ്റ് ആയിരുന്നു. ഇതിലാണ് ഞങ്ങൾ പല സ്ഥലത്തും വാങ്ങി കഴിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മൾ ഒത്തിരി വില കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം അല്ലാത്തൊരവസ്ഥ വരാറുണ്ട്. അപ്പോൾ അവർ വാങ്ങിയത് നമ്മുടെ കാന്താരി മുളകും മാതള നാരങ്ങയായിരുന്നു വാങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് അവർ നമ്മുടെ ഈത്തപ്പഴം അങ്ങനെ പല ഐറ്റംസ് മാറി മാറി വാങ്ങുന്നുണ്ട്. അപ്പോൾ കോസ്റ്റ് അല്ല പ്രശ്നം, ക്വാളിറ്റി ആയ പ്രൊഡക്റ്റ് കിട്ടുക എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത്. പിന്നെ അവർ പറഞ്ഞു വെച്ചാൽ വളരെ സ്മൂത്താണ്, നൈസാണെന്ന് വെച്ചാൽ നമുക്ക് കട്ടിയില്ല, അതായത് കഴിക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതാണ് അതിൻ്റെ മേക്കിങ്ങിൻ്റെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാരണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മുടെ കടയിലൊരു ഭാര്യയും ഭർത്താവും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നേഴ്സാണ്, ആ കുട്ടി, ഭർത്താവ് ഇവിടെ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവർ വന്നിട്ട് ചോദിച്ചു ഇങ്ങനെ വൈനുകൾ കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരത് മേടിച്ച് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഞങ്ങളിതൊന്ന് വാങ്ങിക്കുന്ന കുപ്പി പൊട്ടിച്ച് കുടിച്ചോട്ടെ എന്ന് ചോദിച്ചു. അതായത് ക്വാളിറ്റി മനസ്സിലാക്കി മേടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ വാങ്ങിക്കുന്ന കുപ്പി പൊട്ടിക്കണ്ട, നിങ്ങൾ ഇനി അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ സീല് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഇത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റിൻ്റെ ഞാൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് വേറെ കുപ്പിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്, അത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് അത് അവർക്ക് ഗ്ലാസ്സിൽ കൊടുത്തു. അങ്ങനെ നമുക്ക് കൊടുക്കാറില്ല അങ്ങനെ അധികം ആൾക്ക്. പക്ഷേ ഇങ്ങനെ സംശയം പറയുമ്പോൾ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അവരെ വിലയിരുത്തേണ്ടത് നമുക്കുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ശരി ഓക്കെ എന്ന് പറഞ്ഞത് കുറച്ച് ഗ്ലാസ്സിൽ കൊടുത്തു. അവർ രണ്ടാൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയ ശേഷം പറഞ്ഞു ചേട്ടാ ഇതാണ് ഉദ്ദേശിച്ച നിങ്ങൾ പറയുന്ന ഈ ബിവറേജ് ഐറ്റം എന്ന് പറയുന്ന നിങ്ങളുടെ ഐറ്റത്തിൽ ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം. അപ്പോൾ അവർ നോക്കിയത് നമ്മുടെ ഏറ്റവും വില കുറഞ്ഞ 495 രൂപയുടെ സാധനമാണ്. അപ്പം ഞാൻ ഉള്ളിൽ അവരോട് പറഞ്ഞു എൻ്റെ 800-ൻ്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാം, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി മാറും അതിൻ്റെത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാം, പക്ഷെ ഞങ്ങൾക്ക് ഇത് മതി. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ സാധനമുണ്ട്, ആ കുപ്പി അടക്കം അവർ കുടിച്ചിട്ട് പകുതി കൊണ്ടുവന്നിട്ട് കുപ്പി കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് കാണിച്ചിട്ട് പറഞ്ഞു ഈ സാധനം ചേട്ടൻ ഒന്ന് ടേസ്റ്റ് ചെയ്താൽ പറഞ്ഞു. ഞാൻ ഇത് ചവറ വെള്ളമായിരിക്കും. അതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതേട്ടാ ഇത് ചവറ വെള്ളമാണ്, 500 രൂപയ്ക്ക് വാങ്ങിയ സാധനമാണ്, ഇതും നിങ്ങളുടെ സാധനം വ്യത്യാസം. അപ്പം നമ്മുടെ 6 മാസം പഴക്കമുള്ള സാധനത്തിനാണ് ഈ 500 രൂപ വില പറയുന്നത്. പക്ഷേ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് 800 അതുകൊണ്ട് 800 കൊടുത്തപ്പോൾ അവർ പറഞ്ഞു അയ്യോ ഇത് ഭയങ്കര ക്വാളിറ്റിയാണ്, ഇത് നമ്മൾ വിചാരിച്ചില്ല എത്ര ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു ഇത് കൂട്ടെന്ന് പറഞ്ഞു കുറച്ച് ഉണ്ടാക്കാനെന്ന് പറഞ്ഞിട്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സോറി അത് സീക്രട്ട് ആണ്, നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ ബിസിനസ്സാണ്. അപ്പോൾ അതാണ് നമ്മുടെ അപ്പോൾ ക്വാളിറ്റി ഏകദേശം മനസ്സിലായില്ലേ. നമ്മുടെ വില കൂടുന്നതനുസരിച്ച് നമ്മുടെ 500 മുതൽ 3000 വരെ പോകുന്നുണ്ട്. 3000 ഒക്കെ പോകുന്നത് ഞാൻ നിങ്ങൾ കാണിച്ചിട്ടില്ല, അതൊരു സ്പെഷ്യൽ ഐറ്റം ആണ്. ഇനിയിപ്പോൾ ബൾക്ക് ഓർഡറുകളൊക്കെ വരികയാണെങ്കിൽ എങ്ങനെയാണത് സെല് ചെയ്യുന്നത്, എങ്ങനെയാണത് പോകുന്നത്? ഈ ബൾക്ക് ഓർഡർ എന്ന് ഉദ്ദേശിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഒരു ഡ്രമ്മിലാക്കിയിട്ട് 100 ലിറ്റർ വേണം എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ആണെങ്കിൽ നമ്മൾ കൊടുക്കില്ല. അതായത് നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും ബ്രാൻഡ് ആയതുകൊണ്ട്, നമ്മുടെ എംവെറൈറ്റി എന്ന് പറയുന്നത് ബ്രാൻഡാണ്, ആ രജിസ്ട്രേഷൻ ഉള്ള കമ്പനിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബോട്ടിലിൽ നമ്മൾ 100, 500, 1000 കുപ്പി വഴി കൊടുക്കും. നമ്മുടെ ബോട്ടിലിൽ നമ്മുടെ സീലിൽ. അപ്പോൾ എന്നോട് 1-2 ആൾക്കാർ ചോദിച്ചിരുന്നു നിങ്ങൾ ഡ്രമ്മിൽ തന്നാൽ മതി ഞങ്ങൾ സീലാക്കി ഞങ്ങൾ കൊടുത്തോളാം. പക്ഷെ അത് നമ്മുടെ വിശ്വസ്തത നഷ്ടപ്പെടും. കാരണം അവർ കൊണ്ടുപോയിട്ട് വെള്ളം ചേർത്ത് ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൃത്രിമം കാണിച്ചാൽ നമ്മളെ ബാധിക്കും അത്. അപ്പം നമ്മുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടാതെ. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന് പ്രത്യേകത എന്ന് വെച്ചാൽ വൈറ്റ് ലേബലിംഗ് ഇല്ല. അതായത് നമ്മുടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോയി വേറെ രീതിയിലുള്ള ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ടെക്നോളജി നമ്മൾ കൊടുക്കുന്നില്ല. പക്ഷേ നമ്മളോട് പറയാൻ 100 കുപ്പി വേണം, 50 കുപ്പി. ഇപ്പോൾ എറണാകുളത്ത് നമ്മുടെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് 40 കുപ്പി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് നമ്മൾ കറക്റ്റ് സമയത്ത് നമ്മൾ ആ പറയുന്ന സമയത്ത് ഇവിടുന്ന് കൊറിയർ അയച്ചു കൊടുത്തു, അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ ബ്രാൻഡിൽ തന്നെ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്നുള്ളൂ. അതാണ് അതിൻ്റെ ഏറ്റവും ഇത്. വൈറ്റ് ലേബലിംഗ് നമ്മൾ ചെയ്യുന്നില്ല, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി കൂടുതലെടുക്കുമ്പോൾ ഇനിയിപ്പോൾ വിലയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇപ്പം നമ്മൾ ഒരു ബോട്ടിൽ എടുക്കുന്നതും 10 ബോട്ടിലും വ്യത്യാസമുണ്ട്. നമുക്കറിയാം ഏത്
പർച്ചേസിങ് അങ്ങനെയാണ്. ഹൈ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ ഹൈ ക്വാണ്ടിറ്റികൾ എടുക്കുമ്പോൾ നമ്മൾ അതനുസരിച്ച് ഡിസ്കൗണ്ട് കൊടുക്കും. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ നമുക്ക് സർവീസ് ചാർജ് ഒറ്റത് വരുന്നുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ ഇതുണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു 10 രൂപ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, 100 രൂപയുടെ സാധനം വിൽക്കുമ്പോൾ 1000 പീസ് വിൽക്കുന്നതും 1 പീസ് വിൽക്കാൻ പറ്റുള്ളൂ അതിൻ്റെ വരുന്ന വ്യത്യാസത്തിൻ്റെ ലാഭ വ്യത്യാസം. അപ്പോൾ നമ്മൾ മാർജിൻ കുറച്ചിട്ട് അവർക്ക് ഒരു ഗുണം കിട്ടാവുന്ന രീതിയിൽ നമുക്കൊരു ഓർഡർ ഇനിയും കിട്ടണം, അവർക്കും ഒരു ബൾക്കായിട്ട് എടുക്കുമ്പോൾ ഒരു ഇത് കിട്ടണം. അവർ സെയിൽ ചെയ്യാനായിരിക്കില്ല എടുക്കുക, പക്ഷേ സെയിൽ ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ കടയിൽ വെച്ച് വിൽക്കാനാണ് ഒരു 100 കുപ്പി എടുക്കാം അല്ലെങ്കിൽ 50 കുപ്പി എടുക്കാം, അങ്ങനെ പറഞ്ഞു വരുന്നവർക്കും നമ്മൾ ആ ഡിസ്കൗണ്ട് ഓഫർ കൊടുക്കും. അങ്ങനെയുണ്ട്. ഇപ്പോൾ ചില സ്ഥലത്ത് നമ്മൾ പറയും, നിങ്ങളിത് ആദ്യമായിട്ട് എടുക്കുന്ന ആൾക്കാരോട് പറയും നിങ്ങൾക്ക് ഒരു 5 കുപ്പി ഇറക്കി തരാം, നിങ്ങൾ വിറ്റിട്ട്, അതായത് നിങ്ങൾ വിറ്റിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരോട് ചോദിക്കുക, എന്നിട്ട് നിങ്ങൾ പൈസ തന്നാന്ന് പറയും. ഫസ്റ്റ് ടൈം മാത്രം. സെക്കൻഡ് ടൈമിൽ അങ്ങനെയല്ല, നമ്മൾ ക്യാഷ് ഇതായിട്ട് തന്നെയാണ്. കാരണം പെർസെൻറ്റേജ് നോക്കിയിട്ട് കൊടുക്കുന്ന ഇതാണ്, ലാഭം കിട്ടാനായിട്ട് പെർസെൻറ്റേജ് കൊടുക്കുന്നത്. ഇപ്പോൾ ബേക്കറികൾ എടുക്കുന്നുണ്ട്, ചില ബേക്കറീസ് നമുക്ക് എടുക്കുന്നുണ്ട്, പിന്നെ ക്ലബ്ബുകളിലേക്ക് പോകുന്നുണ്ട്, അതേമാതിരി ബാംഗ്ലൂർ പോകുന്നുണ്ട്, പിന്നെ ഫിലിം ഫീൽഡ്, സീരിയൽ ഫീൽഡ്, ഇതിലൊക്കെ നമ്മൾ കൊറിയർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഞാനിത് എടുത്തു പറയാൻ കാരണം വെച്ചാൽ ഭാര്യയും ഭർത്താവ് വന്നത് അപ്പം നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. അപ്പോൾ അവർ കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞു, അതായത് ഞങ്ങളുടെ അതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കുടിച്ചു കഴിഞ്ഞ ഉടനെ ആൾക്കാർ പറയും വൈൻ കുടിച്ച ഉടനെ പറ്റായി കിട്ടണം, അങ്ങനെയല്ല. അതായത് ഒരു നല്ലൊരു ഡ്രിങ്ക് കഴിക്കുന്നത് അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്, നമ്മൾ ഇഷ്ടപ്പെട്ട സാധനം കഴിക്കുന്നത്. മലയാളി പ്രത്യേകിച്ചും എന്നൊരു മധുരം ഉള്ള ഒരു അതാണ് സീറ്റാണ്. പക്ഷേ ചിലർക്ക് സീറ്റ് കൂടുതൽ വേണം. അപ്പോൾ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ചക്കപ്പഴമായിരിക്കും. നമ്മൾ റെഫർ ചെയ്യും, നിങ്ങൾ ചക്കപ്പഴം മേടിച്ചോളൂ. അതിന് എന്ന് വെച്ചാൽ ഓരോ പ്രൊഡക്റ്റിനും ഓരോ മധുരങ്ങളായിരിക്കും. അതിന്റെ ചിലതിന്റെ നാച്ചുറൽ ആയിട്ട് മധുരങ്ങൾ നിലനിർത്തിക്കൊണ്ട് അതിൽ ലൈറ്റ് ആയിട്ട് കൽക്കണ്ട ചേർത്താൽ മതി. അങ്ങനെയുണ്ട്. ഈ ഈത്തപ്പഴം എന്നൊക്കെ പറയുന്നത് ഓൾറെഡി മധുരമുണ്ട്, സീറ്റ് ഉണ്ട്. പക്ഷെ ആ സീറ്റ് പോരാ എന്ന് പറയുന്ന ചില ഘട്ടങ്ങളുണ്ട്. അത് ഈത്തപ്പഴത്തിന്റെ ഉണ്ടാകുന്ന രീതിയും ടൈമിങ്, വരുന്ന ടൈമിങ്ങിന്റെ രീതി, അതിലൊക്കെ ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ഹൈ ക്വാളിറ്റി എടുക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ വരാറില്ല. എന്നാലും ലൈറ്റായിട്ട് മധുരം കൊടുക്കേണ്ടി വരും. അപ്പോൾ മലയാളിയുടെ മനസ്സറിയാവുന്നത് ചെറിയൊരു മധുരം വേണം എന്നുള്ളതാണ്. അതിന് ബദലായിട്ട് ഇപ്പം നമ്മൾ എന്ന് പറയുന്നത് UK എന്ന് പറയുന്ന വൈൻ ഉണ്ടാക്കുന്നുണ്ട്. UK വൈൻ, അതായത് UK രാജ്യങ്ങൾ, വിദേശ യൂറോപ്പ് രാജ്യങ്ങളിൽ കിട്ടുന്ന ഒരു വൈൻ. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയ ചവർപ്പായിരിക്കും. അപ്പം ഞാനത് ഇവിടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ഇറക്കാനായിട്ട് ഇപ്പോൾ ലാബ് ടെസ്റ്റിന് കൊടുക്കാൻ പോവാണ്. അത് കൊടുത്ത് വന്നു കഴിഞ്ഞാൽ അത് ലേബിലടിച്ച് നമ്മൾ ലാബിലേക്ക് ഇത് വരും. എന്ത് പ്രൊഡക്റ്റും നമ്മുടെ ലാബ് ടെസ്റ്റ് ഇല്ലാതെ, റിസൾട്ട് ഇല്ലാതെ കൊടുക്കില്ല. അത് 100% ഗ്യാരണ്ടിയാണ് നമ്മൾ. കാരണം വിശ്വസ്തത എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. അതാണ് നമ്മുടെ പ്രത്യേകത. ഈ ഫ്യൂച്ചർ പ്ലാനുകളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട്. നമ്മൾ എന്നും ഒരു ഇതിൽ നിന്നുകൊണ്ടല്ല, അതിനെ വ്യത്യസ്തമായ രീതിയിൽ വളർത്തിയെടുക്കുക, അതിൻ്റെ കാഴ്ചപ്പാടുകളെ മാറ്റി ഇത് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കുന്ന കേരളീയർക്ക് മാത്രം കിട്ടിയാൽ പോരാ എന്നുള്ള കൺസെപ്റ്റുള്ള ആളാണ് ഞാൻ. അപ്പോൾ നമുക്കൊരു യൂട്യൂബ് ചാനൽ എംവെറൈറ്റി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ, നമ്മുടെ യൂട്യൂബ് ചാനൽ എംവെറൈറ്റി ആണ്. അപ്പോൾ എംവെറൈറ്റി യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മൾ ഇടാണ്. കാരണം നമ്മുടെ പരസ്യം പോകുന്നത് അങ്ങനെയാണ്. പിന്നെ നമ്മൾ ഫേസ്ബുക്കിൽ കൊടുക്കുന്നുണ്ട്, പിന്നെ ഫ്രണ്ട്സ് വഴി ഷെയറിങ് നടക്കുന്നുണ്ട്. വാങ്ങിച്ചവരുടെ ഒരു വലിയൊരു റിസൾട്ട് നമുക്കുണ്ട്, അവരുടെ ഷെയറിംഗ് ആണ്. കഴിച്ചു കഴിയുമ്പോൾ അത് കൊള്ളാം, അത് മേടിക്കണം എന്ന് പറഞ്ഞിട്ടൊക്കെ അങ്ങനെയൊക്കെ നല്ല ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ കൊറിയർ കിട്ടാണ് കേരളത്തിൽ. പിന്നെ ഇന്ന് രാത്രി വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 5 മണിക്ക് വൈകിട്ട് ഓർഡർ ചെയ്താൽ 7 മണി വണ്ടി കൊടുത്തു വിട്ട് രാത്രി 8 മണി 9 മണിക്ക് എറണാകുളത്ത് തൃശ്ശൂർ കിട്ടുന്ന അങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. പിന്നെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത് എനിക്ക് ഇതൊന്ന് കേരളം വിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇതാണ്. ഞാൻ തമിഴ്നാട്ടിൽ പോയി സംസാരിച്ചിരുന്നു, ബാംഗ്ലൂരൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ അവരൊക്കെ വേണമെങ്കിൽ ലൈസൻസ് വരെ തരാം, അവിടെ നിങ്ങൾ തുടങ്ങിക്കോളൂ എന്ന് പറയും. കാരണം നമ്മുടെ ടെസ്റ്റുകളൊക്കെ നടത്തുന്നത് ചെന്നൈയിലൊക്കെ ആയിരുന്നു, ബാംഗ്ലൂരൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ ടെസ്റ്റ് നടത്തിയ ലാബുകളിലൊക്കെ അവിടുത്തെ സ്റ്റാഫുകൾ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് ഞങ്ങളുടെ നാട്ടിലും ചെയ്തോളൂ, നിങ്ങൾ അങ്ങോട്ട് വരും, അവിടെ ഞങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മിനിസ്റ്ററായിട്ട് സംസാരിക്കാം, സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് അവർ സംസാരിച്ചിരുന്നു. അപ്പം ഞാൻ അവരോട് ചോദിച്ചാൽ നിങ്ങൾ വിചാരിച്ച് നടക്കുമോ, ഞങ്ങളുടെ ആരെങ്കിലും നല്ല പ്രവൃത്തി വരാണെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് സംസാരിക്കാൻ പറ്റിയ ആളുകളുണ്ട്, നമ്മൾ സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു കേരളത്തിലാണ് എനിക്ക് ഇഷ്ടം, കാരണം ഞങ്ങളുടെ നാട്ടിൽ തന്നെ കുറച്ച് ഫണ്ട് വീട്ടെ നമ്മൾ GST അടയ്ക്കുന്നതാണ്, റിട്ടേൺ ഫയൽ ചെയ്യുന്നതാണ്, നമുക്ക് എല്ലാ ഇതുള്ള ജയപരമായിട്ട് പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. ഈ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ കമ്പനി ഇപ്പോൾ UK അപ്പോൾ UK സമയത്ത് ഈ കമ്പനി അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്യാന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഘട്ടം രജിസ്റ്റർ ചെയ്യാന്ന് പറയുന്നത് ഫസ്റ്റ് ഘട്ടമാണ്. ആ ഫസ്റ്റ് ഘട്ടം നമ്മൾ കടന്നിട്ടുണ്ട്. ഇനി 4 മാസത്തിനുള്ളിൽ അതിന്റെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടപ്പ് ആക്കണം. അപ്പോൾ നമ്മളിവിടെ ഉള്ളത്, പക്ഷെ നമുക്കൊരു പാർട്ണർ അവിടെ ഉണ്ട്, നമുക്ക് വേണ്ടി അവിടെ UK സിറ്റിസനുള്ള നമ്മുടെ റിലേറ്റീവായ ഒരു ആളവിടെ ഉണ്ട്. അപ്പോൾ ആ സുഹൃത്ത് അവിടെ ബിസിനസ് മേഖലയിലുള്ള ആളാണോ? അതെ, ബിസിനസ് മേഖലയിലുള്ളതാണ്. ഹോട്ടലുകൾ 3-4 ഹോട്ടലുള്ളതാണ്. ഇപ്പോൾ ക്ലോത്തിന്റെ ഇമ്പോർട്ട് ബിസിനസ്
ബിസിനസ് ചെയ്യുന്നുണ്ട്, എക്സ്പോർട്ടൊക്കെ ചെയ്യുന്ന പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു ഇതാണ്. അപ്പോൾ അത് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തൽക്കാലം ആള് അതിന് ചെയ്തുകൊണ്ടിരിക്കും. ദൈവം അനുഗ്രഹിച്ചാൽ അടുത്ത വർഷം ലണ്ടനിൽ നമ്മൾ UK ഈ വൈൻ കൊടുക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനിത് പോയിക്കോടും സാമ്പിളായിട്ട് കുറച്ച് കൊണ്ടുപോയിരുന്നു അവിടെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് കഴിച്ചവരൊക്കെ ഭയങ്കര പ്രോഗ്രസ് ആയിട്ട് പറഞ്ഞത് അടുത്ത വർഷം ഞങ്ങൾക്ക് ക്രിസ്മസിനോട് കിട്ടണമെന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മാനസികമായിട്ട് ഊർജ്ജം കയറി. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയും നമ്മുടെ അവർ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇഷ്ടം ഇതുണ്ടല്ലോ, നമുക്കൊരു ഇനിയും ചെയ്യാനുള്ള ഒരു ഊർജ്ജം കിട്ടുന്നത് അങ്ങനെയാണ്. അല്ലാതെ നമ്മൾ നല്ല ഫീഡ്ബാക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് വീണ്ടും ചെയ്യാനുള്ള. അതെ, ഓക്കെ, അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നാളെ ഇനി ഭാവിയിൽ എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് ഒന്നല്ല. ഇപ്പോൾ നമുക്ക് അവിടേക്ക് പറഞ്ഞാൽ ആദ്യം ഹോം മെയ്ഡ് എന്ന് പറയുന്ന ഒരു ചെറിയ ലൈസൻസ് ആയിരിക്കും കിട്ടുന്നത്. അതിനുശേഷം ഒരു കുറച്ചും കൂടി കയറും. അപ്പോൾ 2 വർഷത്തിനുള്ളിലൊക്കെ നമുക്ക് നല്ലൊരു പ്രൊജക്റ്റായിട്ട് ഇതിനെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ട്. അങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ കേരളത്തിൽ എന്തായാലും നമ്മളോട് കൊറിയർ പോകുന്നത് കൊണ്ട് കേരളത്തിലെ ആൾക്കാർ വിചാരിക്കും UK ഇപ്പം ഞാൻ എന്തായാലും 3 മാസത്തിനുള്ളിൽ UK പോയി സെറ്റിൽ ആവാനുള്ള പരിപാടികൾ നമ്മുടെ മനസ്സിൽ പ്ലാനിങ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ പ്ലാനിങ് അനുസരിച്ചിട്ട് ചിലപ്പോൾ അപ്പോൾ ഇനി ഇവിടെ കിട്ടില്ല എന്നുള്ള ചിന്താഗതിയുള്ള കുറേ ആളുകളുണ്ട്. പക്ഷെ എന്നാലും നമ്മളിവിടെ കൊടുക്കാനുള്ള രീതികളൊക്കെ ചെയ്ത് വെക്കണം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇത് ഇത്ര തരം സാധനം കിട്ടിയിട്ട് ഇതിട്ടിട്ട് ഇപ്പോൾ വേണ്ടാന്ന് പോവാണോ എന്നുള്ള കൺസെപ്റ്റുള്ള കുറച്ച് ആൾക്കാർ നമ്മളോട് അങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഫ്യൂച്ചർ പ്ലാൻ ഇത് ഒന്നും കൂടി കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത്. പക്ഷെ ഇതൊന്നല്ല, നിങ്ങൾ കാണാത്ത വേറെ സാധനം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇത് ഞാൻ നിങ്ങളെ കാണിക്കാം, ഇനി പറഞ്ഞു തരാം അതെന്താന്നുള്ളത്. അപ്പം നമ്മൾ നേരത്തെ ഷോപ്പിൽ വെച്ച് ഒരു സീക്രട്ടിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. സീക്രട്ട് വെളിപ്പെടുത്താൻ സമയമായോ? സീക്രട്ട് നമുക്ക് വെളിപ്പെടുത്താം. 2 സീക്രട്ടാണ് നമുക്കുള്ളത്. ഒന്ന് ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചിരുന്നു. ഇത് നമ്മുടെ UK കിട്ടുന്ന ഒരു വൈനാണ്. ഇതിൻ്റെ സ്റ്റിക്കറിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. ഞാനിത് ഇത് ടെസ്റ്റിങ്ങിന് കൊടുത്തതിന് ശേഷം മാത്രമേ സ്റ്റിക്കർ ഒട്ടിക്കുള്ളൂ. അതുകൊണ്ടാണ് സ്റ്റിക്കർ ഒട്ടിക്കാത്തത്. ഇത് UK കിട്ടുന്ന മോഡലുള്ള വൈനാണ്. അതിൻ്റെ രുചി അങ്ങനത്തെ ഒരു വ്യത്യസ്തമാണ്. മധുരമുള്ള രുചിയാണെന്ന് വിചാരിച്ച് കഴിക്കരുത്. മധുരവും മധുരം എന്ന് പറഞ്ഞാൽ ലൈൻ മധുരം നമുക്കുള്ളിൽ ചെല്ലുമ്പോൾ മാത്രം അറിയാൻ പറ്റുന്ന അവസാന ഘട്ടമാണ്. പക്ഷേ അതിൻ്റെ ചവർപ്പിലാണ് ചെയ്യുന്നത്. അതാണ് ഈ UK വൈനുകളുടെ പ്രത്യേകത. ഇതാണ്. അപ്പോൾ ഇത് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടില്ല. നമ്മൾ ടെസ്റ്റിന് ഇടാൻ വേണ്ടിയിട്ട് ബോട്ടിലാക്കിയിട്ടുള്ളൂ. ഇനി ഇത് ഒരു ആഴ്ചയ്ക്കുള്ളിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ ടെസ്റ്റ് റിസൾട്ട് വരും. അതിനുശേഷം നമ്മൾ ഇത് പ്രദർശിപ്പിക്കുക എന്ന് വെച്ചാൽ ഇത് ഓൾറെഡി ഞാൻ കഴിച്ചു നോക്കി, കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ ക്വാളിറ്റി ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതൊരു 10 ദിവസം കൂടി നമ്മൾ കയ്യിൽ വെക്കും. അതിനുശേഷമാണ് നമ്മൾ ടെസ്റ്റിങ്ങിന് വിടത്തുള്ളൂ. കാരണം കഴിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ശരീരത്തിന് മാറ്റം വരുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇതുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും നോക്കിയിട്ടാണ് വിടുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് കഴിച്ചു നോക്കാൻ വേണ്ടി ഞാൻ തരാം, നിങ്ങൾ കഴിച്ചു നോക്കാം. അതിന് നമുക്ക് സമയമായിട്ടില്ല. പക്ഷേ ഇതെല്ലാം നമ്മുടെ സീക്രട്ട്, ഇതൊന്നല്ല നമ്മുടെ സീക്രട്ട്. ഇതിലും വലിയൊരു സീക്രട്ട് നമുക്കുണ്ട്. ഇത് എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം വൈനാണ്. ഇത് ലോകത്തിൽ ആരും എടുത്തിട്ടില്ല ഈ വൈൻ. ഇപ്പൊ നിങ്ങൾക്ക് ലേബലൊന്നും കാണാൻ പറ്റുന്നില്ല, എന്താണെന്നുള്ളതൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഇതെന്താണോ എന്നുള്ളത്. നമ്മൾ സീക്രട്ട് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു ഇതുകൊണ്ടാണ്. അപ്പം ഈ വൈൻ എന്ന് പറയുന്നത് ഒന്ന് വായിച്ചാൽ മനസ്സിലാവും എന്താന്നുള്ളത്. ചിക്കൻ വൈൻ അല്ലേ? അതെ, ഇത് കോഴിയിറച്ചിന്ന് വൈൻ എടുത്തിരിക്കുന്നതാണ്. ശരിയാണ്, വളരെ വ്യത്യസ്തമാണ്. കാരണം നമ്മൾ മറ്റു പല വൈനുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ കോഴിയിറച്ചി എന്നൊരു വൈൻ എന്നുള്ളത് അത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ശരി, ഓക്കെ. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ സ്റ്റിക്കറുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ, അതായത് ഇതിൻ്റെ കാര്യങ്ങൾ എഴുതേണ്ട, നിയമപരമായിട്ട് എഴുതേണ്ട കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. ഗൂഗിൾ പേ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതുമ്പോൾ തന്നെ ഇതുണ്ട്. ബോട്ടിൽ വാങ്ങിയാൽ ബോട്ടിലുമ്പോൾ തന്നെ ഗൂഗിൾ പേ ചെയ്യാം. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കാര്യങ്ങൾ, നമ്മുടെ കമ്പനിയുടെ കാര്യങ്ങൾ, എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോഴിയിറച്ചിയിൽ നിന്ന് എടുക്കുന്ന വൈനാണ്. ഇത് വൈൻ തന്നെയാണ്, കോഴിയിറച്ചിയിൽ നിന്ന് എടുക്കുന്നതാണ്. കാരണം നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അത് ടെസ്റ്റ് ചെയ്ത് നോക്കാതെ അല്ലെങ്കിൽ ഉണ്ടാക്കാതെ നമുക്ക് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഒറിജിനൽ വൈനായിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒറിജിനൽ വൈനായിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കി ഇതാണ്. ഇത് നമുക്കറിയാം, ഇപ്പോൾ കുക്ക് ചെയ്യുന്ന ആളൊക്കെയാണ് അറിയാം. അതായത് ഒരു കോഴിയിറച്ചി ഉണ്ടാക്കിയിട്ട് നമ്മൾ നല്ല ചൂടത്താണെങ്കിൽ രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം വരെ നമ്മൾ കിച്ചണിൽ തന്നെ വെച്ചാൽ, ഫ്രീസറിൽ വെക്കാതെയോ അല്ലെങ്കിൽ 2 ദിവസം വെക്കേണ്ട വന്നു കഴിഞ്ഞാൽ അത് കേടാവും. അപ്പോൾ അങ്ങനെ ഒരു ടെക്നോളജിയിൽ നിന്ന് എങ്ങനെ കോഴിയിറച്ചിയിൽ നിന്ന്, അത് നാടൻ കോഴിയിൽ നിന്ന് എടുക്കാം, ബ്രോയിലർ കോഴിയിൽ നിന്ന് എടുക്കാം, അതെങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ സീക്രട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇത് 30 വർഷം ഗ്യാരണ്ടി കൊടുത്തിട്ടാണ് ഇറക്കുന്നത്. 30 വർഷമാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ കേടുകൂടാതെ സൂക്ഷിക്കാൻ തരാൻ പറ്റും. ഇത് ഞാൻ ഒരു 3 ലിറ്ററാണ് ഉണ്ടാക്കിയത്. കാരണം ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ 3 ലിറ്റർ വരെയാണ് നമുക്ക് ഉണ്ടാക്കാനുള്ള അനുവാദമുള്ളൂ. അത് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഇത് വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. അതിൽ 1 ലിറ്റർ ഞാൻ ഇതിൻ്റെ ക്വാളിറ്റി ഞാൻ കഴിച്ച് കഴിഞ്ഞ ശേഷം എൻ്റെ ബോഡി ടെസ്റ്റ് ചെയ്തു. ഇതിൻ്റെ ലാബ് റിസൾട്ട് വന്നതിന് ശേഷം കുറച്ച് സുഹൃത്തുക്കൾക്ക് കൊടുത്തു, ലേബലില്ലാതെ കൊടുത്തിട്ട് ഇത് എന്താണെന്ന് പറയാൻ പറഞ്ഞപ്പോൾ നല്ല അടിപൊളി സാധനമാണ്, പറയാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. പിന്നീട് ഞാൻ അപ്പം തന്നെ പറഞ്ഞില്ല, കാരണം വെച്ചാൽ മലയാളി എന്നും ഒരു വ്യത്യസ്തനാണ്. കാരണം അപ്പം തന്നെ പറഞ്ഞില്ല എന്ന് പറയാൻ കാരണം വെച്ചാൽ അപ്പം തന്നെ പറഞ്ഞപ്പോൾ അയ്യോ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നേ, ഓക്കാനം വരുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ കോഴിയിറച്ചി എന്നൊരു വൈൻ എന്ന് കേൾക്കുമ്പോൾ എന്താണോ ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്. കാരണം എന്തായിരിക്കും അതിന്റെ ടേസ്റ്റ്, എന്താണ് കോഴിയിറച്ചി നമ്മൾ കഴിച്ച് അതിന്റെ ടേസ്റ്റ് നമുക്ക് പരിചയമുണ്ട്. പക്ഷെ വൈൻ എന്ന് പറയുമ്പോൾ അതിന്റെ ടേസ്റ്റ് എന്തായിരിക്കും എന്ന് അറിയാൻ ഭയങ്കര ഒരു തീർച്ചയായിട്ടും. അപ്പൊ നമ്മള് അത് പറയാതെ
നമ്മൾ കുറച്ച് ഒരു 4 VIP-കളായ ആളുകൾക്ക് വരെ ഇതൊരു സദസ്സിൽ അവർക്കൊരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു. അപ്പോൾ എൻ്റെ ഒരു വൈൻ അവർ വാങ്ങിയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെൻ്റെ സ്പെഷ്യൽ ഐറ്റം ആണ് കഴിക്കാൻ പറഞ്ഞ് കൊടുത്തു. അവർ ഫുഡൊക്കെ കഴിഞ്ഞ് കഴിച്ചു പോയി. എന്നോട് ചോദിച്ച് ഞാൻ പറഞ്ഞില്ല. പിറ്റേ ദിവസം വൈകുന്നേരം ഇതേമാതിരി തന്നെ അവരെല്ലാവരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്തായിരുന്നു നല്ല അടിപൊളി സാധനമായിരുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കോഴിയിറച്ചിയാന്ന് പറഞ്ഞപ്പോൾ ഓ കോഴിയിറച്ചിയോ എന്ന് ചോദിച്ചു. അയ്യോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ ഇന്നലെ നിങ്ങൾ പറഞ്ഞാൽ വോമിറ്റിംഗ് വരുന്നു, എനിക്ക് വയറുവേദന എടുക്കുന്നു, അതൊക്കെ പറഞ്ഞേനെ. അപ്പം നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കോഴിയിറച്ചി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ട് ഒരു ബുദ്ധിമുട്ടാണ്. അയ്യോ കോഴിയിറച്ചി എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷെ ഇത് കഴിച്ചവരൊക്കെ ചോദിച്ചത് എങ്ങനെ ഉണ്ടാക്കുന്നത് പറഞ്ഞു തരുമെന്നാണ് എന്നോട് ചോദിച്ചത്. കാരണം അത്രയ്ക്കും ക്വാളിറ്റിയാണ്, അത്രയ്ക്കും ടേസ്റ്റാണ്. അതായത് 4 ഐറ്റം നമ്മൾ കഴിച്ചിട്ട് പക്ഷെ ഇത് കഴിച്ച് കഴിയുമ്പോൾ പറഞ്ഞത് ഇതാണ് ടോപ്പ് എന്നാണ് പറഞ്ഞ ആളുകളുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ പക്ഷെ ഇതിന് വില വരുന്നുണ്ട്. നമുക്ക് 3000 ലിറ്ററിന് വില വരുന്നുണ്ട്. 1 ലിറ്ററിന് വരുന്നുണ്ട്. അപ്പൊ 250 ml ഏകദേശം 800 രൂപയോളം. അതായത് ചെറിയ ബോട്ടിലാകുമ്പോൾ 800 വരുന്നുണ്ട്. പക്ഷേ വലിയ ബോട്ടിൽ വരുമ്പോൾ ലിറ്ററിന് വരുമ്പോൾ 2800 3000 ആണ്. നമ്മൾ വില നിശ്ചയിച്ചിട്ടില്ല, ഇപ്പോൾ കൊടുക്കാൻ വേണ്ടിയല്ല. പക്ഷെ നമ്മൾ ഒരു സ്ഥലത്ത് വെക്കുമ്പോൾ അതിന് വില ഇട്ട് വെക്കണം. വിൽക്കാൻ വേണ്ടി ഇപ്പോൾ തൽക്കാലം വെച്ചിരുന്നതല്ല. അപ്പോൾ ലാഭ സെറ്റൊക്കെ നടത്തി എല്ലാം ഉള്ളതാണ്. പക്ഷേ വൈനുകളിൽ ഏറ്റവും വിലയുള്ള കോസ്റ്റ്ലി വൈൻ ഇതാണ്. പക്ഷേ ഇത് നമ്മൾ നിർബന്ധമായിട്ട് ഒരാൾ ചോദിച്ചു വന്നിരുന്നു. ഇങ്ങനെ ഞാൻ അത് ടേസ്റ്റ് ചെയ്തതിന് ശേഷം പുള്ളി 2 ദിവസം കഴിഞ്ഞിട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് വില പ്രശ്നമല്ല, എനിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഇനിയിപ്പോൾ ഒരു 1.5-2 ലിറ്റർ ഉള്ളൂ, അത് എങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു എനിക്ക് 750 ml തന്നേ പറ്റുന്നുണ്ട്. ആള് വില ഞാൻ പറയാതെ തന്നെ ആൾ 2500 വന്നിട്ട് മേടിച്ചിട്ട് പോയി. അതെന്ന് വെച്ചാൽ ആൾ പറഞ്ഞാൽ അത്രയും ക്വാളിറ്റി നമുക്കത് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ പറയുമ്പോൾ കോഴിച്ചിയുടെ എന്ന് പറഞ്ഞാൽ പോലും അത് എങ്ങനെയാണ് നിങ്ങളെ ഉണ്ടാക്കാൻ ശ്രമിച്ചത് എങ്ങനെയാണെന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതുണ്ടാക്കാൻ നേരത്ത് നമ്മൾ ആദ്യം ഉണ്ടാക്കി 5 ദിവസം കഴിഞ്ഞ് അങ്ങനെ ഇതുണ്ടാക്കി വെച്ചിട്ട് 5 ദിവസം നോക്കുമ്പോൾ കേടായിട്ട് എടുത്ത് എങ്ങനെയാണ് ഒരു തിങ്കിങ് വന്നത് കോഴിയിറച്ചിയിൽ നിന്ന് എടുക്കാം എന്നുള്ള ഒരു ആശയം ഉടലെടുത്തത് എങ്ങനെയാണ്? അതായത് മനുഷ്യൻ കഴിക്കുന്ന സാധനമാണ് കോഴിയിറച്ചി. അപ്പൊ കഴിക്കുന്ന സാധനം ആയതുകൊണ്ട് അതിൽ നിന്ന് അതിനെ എന്തെങ്കിലും ഒരു പ്രോസസ് ചെയ്ത്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു 3-4 വർഷം മുമ്പ് ഞാൻ കോഴിയിറച്ചി പായസം ഉണ്ടാക്കിയ ആളാണ്. അത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഭയങ്കരമായിട്ടൊക്കെ ആൾക്കാർ ചോദിച്ചിരുന്നു എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിരുന്നു. ഈ കഴിഞ്ഞ ആഴ്ച വരെ എന്നോട് ഒരു പെൺകുട്ടി വിളിച്ചിട്ട് കോഴിയിറച്ചിന്ന് പായസം ഉണ്ടാക്കാൻ പറ്റുമോ, നിങ്ങൾ വൈൻ ഉണ്ടാക്കിയ ആളല്ലേ എന്ന് വെച്ച് വിളിച്ചിരുന്നു. ഞാൻ അപ്പോൾ തന്നെ ലിങ്ക് അയച്ചു കൊടുത്തു. അപ്പോൾ വിളിച്ചു പറഞ്ഞു ചേട്ടാ സമ്മതിച്ചു കൂട്ടാ, കാരണം വെച്ചാൽ അത് ഉണ്ടാക്കുന്ന രീതി അങ്ങനെയാണ്, അതിൻ്റെ ഇതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ചിന്ത ഇതാണ്. നമ്മളൊരു കാര്യം ഉണ്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഒരു ഞെട്ടിപ്പോകുന്ന കാര്യം 1 വർഷം 12 മാസം എടുത്ത് ഇതിൻ്റെ പ്രോസസ്സിങ് ചെയ്യാം. അതായത് ഇത് ഉണ്ടാക്കി ഇതിൻ്റെ ടെസ്റ്റ് നടത്തി ഇത് കേടാവാതെ ഉണ്ടാക്കാമെന്ന ടെക്നോളജിയിലേക്ക് എത്താനായിട്ട് 12 മാസം എടുത്തു. 1 വർഷം എടുത്തു. അത് കഴിഞ്ഞ് 6 മാസം ഞാനത് കുടിച്ചു നോക്കി. ഈ 1 വർഷം കൊണ്ട് ഉണ്ടാക്കി വെച്ച സാധനം 6 മാസം ഞാൻ ഉപയോഗിച്ച് നോക്കി. എൻ്റെ ബോഡി ഞാൻ മാസം പോയിട്ട് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ബോഡിക്ക് എന്തെങ്കിലും വേറെ ബുദ്ധിമുട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. അങ്ങനെ ടെസ്റ്റ് ചെയ്തു. അതിനും എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് സ്ട്രോക്ക് വന്നിരുന്നു. ആ സ്ട്രോക്ക് വന്നതിന് ശേഷമാണ് ഞാൻ ഈ സാധനം ഉണ്ടാക്കിയിട്ട് പരീക്ഷണങ്ങളൊക്കെ നടത്തിയത്. അപ്പോൾ എൻ്റെ ബോഡിക്കോ എനിക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാനത് 6 മാസം കഴിഞ്ഞ് ഇപ്പോൾ 2 വർഷത്തോളമായി നമ്മൾ ഇത് കയ്യിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പാറ്റന്റ് എടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ UK നടക്കുന്നുണ്ട്, കേരളത്തിൽ നടക്കുന്നുണ്ട്. കേരളത്തിൽ നമ്മൾ പല ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിരുന്നു. കേരളത്തിലെ വലിയൊരു ഉദ്യോഗസ്ഥരായിട്ട് സംസാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഈ കോഴിയിറച്ചിയുടെ പാറ്റന്റ് എടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കോഴിയിറച്ചിയിൽ നിന്ന് വൈൻ എടുത്തിട്ട് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് പാറ്റന്റ് എടുക്കണം. കാരണം ഞാൻ എടുത്തിട്ടില്ല ഇതുവരെ ഉണ്ടാക്കിയിട്ടായിട്ട് ലോകത്തിൽ തന്നെ ഞാൻ കേട്ടിട്ടില്ല. കേട്ടിട്ടുണ്ടോ? എവിടെയും കേട്ടിട്ടുണ്ടോ? ഇല്ല. കോഴിയിറച്ചി എന്നുള്ള ഇപ്പോൾ ഫസ്റ്റ് ടൈം വന്നു കഴിയുമ്പോഴാണ് കോഴിയിറച്ചി എന്നുള്ള ഒരു വൈൻ കേൾക്കുന്നത്. അതും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വൈനാണ്. അപ്പോൾ നമ്മൾ ഇത് പ്രത്യേകിച്ചും അങ്ങനെ ഒരു പാറ്റന്റ് എടുക്കണം എന്നുള്ള ഒരു സ്വന്തമാക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടന്റ് പ്രത്യേക കണ്ടന്റാണ്. ഇതിപ്പോൾ നമ്മൾ കണ്ടന്റ് ഇപ്പോൾ സ്വന്തമാക്കിയില്ലെങ്കിൽ കൂടിയും ഒരാൾക്കും പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളിപ്പോൾ ഉണ്ടാക്കിയതുകൊണ്ട് ഇനി വേണമെങ്കിൽ പരീക്ഷണങ്ങൾ ആളുകൾക്ക് മാറ്റി നടത്തി പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ലോങ് പ്രോസസ്സാണ്. അതാണ് അതിൽ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇനി പാറ്റന്റ് എടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ UK സംസാരിച്ചിട്ടുണ്ട്. കേരളത്തിലെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷമാണ് അവർ സമയമൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്നാലും ഇതിൻ്റെ ഫസ്റ്റ് ഘട്ടങ്ങളൊക്കെ അടുത്ത ദിവസങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഉദ്യോഗസ്ഥർക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ നമ്മളിത് സബ്മിറ്റ് ചെയ്ത് ഇതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അതിൻ്റെ കാര്യങ്ങൾ നടത്തിയിട്ട് ഒരു പാറ്റന്റ് സ്വന്തമാക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 1-2 എന്നോട് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇതൊരു ഗിന്നസ് ഇതിലേക്ക് കൊടുത്തുകൂടി എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷമാണ്, പക്ഷേ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് വരണം, നമുക്ക് സപ്പോർട്ട് കിട്ടണം. ഇപ്പോൾ നമ്മൾ ഒരു പുതിയ പ്രൊഡക്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. അപ്പോൾ ഞാൻ കേരളത്തിൽ ഇങ്ങനെ 1-2 പത്രക്കാരായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു ഞങ്ങൾ വരാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പിന്നീട് അവർ ആലോചിക്കുന്നത്, അവർ ചിന്തിക്കുന്നത് ഇത് ഒരു ഇഷ്യൂ ഉണ്ടാവണ്ട, അതായത് ഒരു വൈൻ ഉണ്ടാക്കിയിട്ട് വൈൻ്റെ പരസ്യം കൊടുത്തു അല്ലെങ്കിൽ പേപ്പറിൽ ന്യൂസ് കൊടുത്തു എന്നുള്ള ഇഷ്യൂ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ യൂറോപ്പ് രാജ്യങ്ങളിൽ അങ്ങനെ പ്രശ്നമില്ല. നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലും നമ്മളെ ഭയങ്കര സപ്പോർട്ട് ചെയ്യും. നമ്മൾ പിന്നെ പറഞ്ഞിട്ട് ഇപ്പോൾ മദ്യമുണ്ട് 2 പിള്ളേർ ചാരയം മാറ്റി എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ യൂട്യൂബിലും വീഡിയോസൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അതിനുശേഷം കേരളത്തിലെ പല പത്രങ്ങളും അതിനെ റിപ്പോർട്ട് ചെയ്യും, യൂട്യൂബുകാർ ഇതൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ജെന്യൂനായ കാര്യമാണ്. നമ്മുടെ ലൈസൻസ് ഉണ്ട്, നമ്മൾ ജെന്യൂനായിട്ട് ഉണ്ടാക്കിയതാണ്, ലാബ് റിസൾട്ട് ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്.
കണ്ട്. അപ്പോൾ എന്തായാലും പാറ്റന്റ് എടുക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഈ പാറ്റന്റ് എടുത്തതിന് ശേഷം അപ്പോൾ ഇന്നാളെ ഒരാൾ ചോദിച്ചു ഞങ്ങളുടെ അടുത്ത് കിട്ടിയത് നിങ്ങൾ വൈനാക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പ്രോസസ്സിങ് കിട്ടിയത് നിങ്ങൾ കിട്ടി അങ്ങനെ ഒരു ഇതൊക്കെ വരികയാണെങ്കിലല്ലേ ഇത് പറഞ്ഞിട്ട് അത് തമാശ പറയുന്ന മാതിരി നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും എനിവേ പുതിയ പ്രൊഡക്റ്റുകൾ പ്രതീക്ഷിക്കാം. കാരണം ഇതിനും മേലെ ഇതൊക്കെ മേലെ എന്ന് പറയുന്ന മാതിരി നമ്മൾ വ്യത്യസ്തമായ ഇതുകൾ പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഇത് ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ മംഗലം ഡാമിലാണ് അല്ലേ? ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ എങ്ങനെ വരുന്നത് പറയാം ആൾക്കാർക്ക്. ഇപ്പം വന്ന് ഇപ്പോൾ യൂട്യൂബിലൂടെയാണെങ്കിലും പല സോഷ്യൽ മീഡിയകളിലും നമ്മൾ പുറത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൾക്കാർക്ക് എത്തിച്ചേരാൻ അല്ലെങ്കിൽ ഒന്ന് വന്ന് മേടിക്കാനായിട്ടുള്ള ലൊക്കേഷൻ നമ്മുടെ ഷോപ്പിൽ വന്ന് മേടിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ പാലക്കാട് ജില്ലയിൽ മംഗലം ഡാം ടൂറിസ്റ്റ് മേഖലയാണ്, ഒരു മലയാള മേഖലയാണ്. അതേപോലെ പ്രകൃതി ഭംഗി ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ആലിങ്കൽ വെള്ളച്ചാട്ടം അങ്ങനെ പറയുന്ന പല സ്ഥലങ്ങളുണ്ട് ഇവിടെ ഉള്ളതാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്കാണിത്. കടപ്പാറ എന്ന് പറയുന്ന മേഖല, മേമല, അതുപോലെ തന്നെ മുകളിൽ വന്നിട്ട് നമുക്ക് താമസിക്കാൻ പറ്റുന്ന നൈറ്റിൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഇതുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വേണമെന്നുള്ളവർക്കും അങ്ങനെ വന്നിട്ട് നൈറ്റിൽ സ്റ്റേ ചെയ്യാൻ വേണ്ട റൂമുകളും കാര്യങ്ങളൊക്കെ അറേഞ്ച് കൊടുക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ ഈ വഴിക്ക് പോകുന്ന ആളുകൾ, അതായത് കടപ്പാറ മംഗലം ഡാമിൽ ടൗണിൽ വന്നു കഴിഞ്ഞാൽ, ഇതിപ്പോൾ മംഗലം ഡാം ടൂറിസ്റ്റ് മേഖലയെ മംഗലം ഡാം ടൗണിൽ വന്നു കഴിഞ്ഞാൽ കടപ്പാറ റോട്ടിൽ പൊൻകണ്ടം കടപ്പാറ എന്ന് പറയുന്ന റോട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഒരു RC പള്ളി ഉണ്ട്. മംഗലം ടൗണിൻ്റെ മുകളിൽ RC പള്ളി, വലിയ പള്ളിയാണ്. ആ പള്ളി ഒരു എല്ലാവർക്കും ലൊക്കേഷൻ അറിയാം. അവിടെ നിന്ന് 1 കിലോമീറ്റർ മുന്നോട്ട് വരുമ്പോൾ കുന്നത്ത് ഗേറ്റ് ജംഗ്ഷൻ ഉണ്ട്. കുന്നത്ത് ഗേറ്റ് ജംഗ്ഷനിൽ തന്നെയാണ് ഈ ഷോപ്പ് ഉള്ളത്. അവിടെ വരുമ്പോൾ തന്നെ വലിയ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വെറൈറ്റി എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇവിടെ എല്ലാവർക്കും അറിയാം. വെറൈറ്റി എന്ന് പറയുന്ന ആളും ഞാനുള്ളൂ. അതുപോലെ തന്നെ ഷോപ്പിൻ്റെ പേരും അത് തന്നെയാണ്. അപ്പോൾ വെറൈറ്റി എവിടേക്ക് പോകണമെന്ന് ചോദിച്ചാലും അല്ലെങ്കിൽ ലൊക്കേഷൻ നമുക്ക് ടൈപ്പ് ചെയ്താലും വെറൈറ്റി എന്ന് അടിച്ചാലും നമുക്ക് കിട്ടും, ലൊക്കേഷൻ കിട്ടും. ഇനി അതിൽ കൂടുതൽ നമുക്ക് വാട്സപ്പിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ 9605196373 ആണ്. അപ്പോൾ ഈ നമ്പറിൽ നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റുകളെല്ലാം നമ്മൾ വാട്സപ്പിൽ അയച്ചു തരും. അത് കണ്ടതിന് ശേഷം അതിന്റെ പേയ്മെന്റ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നില്ല. ഇപ്പോൾ കൊറിയർ കിട്ടുന്നതുകൊണ്ട് എന്തിനാണ് അങ്ങനെ ഇങ്ങോട്ട് വരുന്നത്? പക്ഷെ ഇങ്ങോട്ട് വന്ന ഒരു ഗുണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വന്ന് കണ്ടു കഴിയുമ്പോൾ നമുക്ക് കണ്ട് വിശ്വാസത്തോടെ, അതായത് ഇപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്രയൊക്കെ ഉണ്ടാവും എന്നുള്ള ചിന്താഗതിയായിരിക്കും. അപ്പോൾ ചില ഐറ്റംസ് ഇപ്പോൾ നമുക്ക് തീർന്നിട്ടുണ്ടാവും, അതല്ലെങ്കിൽ വേറെ ഐറ്റംസ് ഉണ്ടാവും. പക്ഷെ എന്തായാലും ഇവിടെ വന്നവരാരും മേടിക്കാണ്ട് പോയിട്ടില്ല. വെറുതെ കാണാൻ വരുന്ന ആളുകൾ വരെ ഉണ്ട്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞ് കണ്ടു കഴിയുമ്പോൾ അയ്യോ ഞങ്ങൾ ഇങ്ങനെ പ്രതീക്ഷയല്ല വന്നത്, ഇങ്ങനെ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം 2 ലേഡീസ് വന്നിരുന്നു. അപ്പോൾ അവർ ഞങ്ങൾ മേടിക്കാൻ വന്നതല്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ മേടിക്കാൻ നിങ്ങൾ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വാങ്ങി കുടിച്ചിട്ടുണ്ട്, ചവർപ്പല്ല ഇതൊക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഗ്ലാസ്സിൽ ഇച്ചിരി ടേസ്റ്റ് ചെയ്യാനായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കും, നിങ്ങൾ ഉദ്ദേശിച്ച സാധനമാണെന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ അവർ അയ്യോ ഇതന്നെ ഞങ്ങൾ ഉദ്ദേശിച്ച് ചേട്ടാ എന്ന് 2 ലിറ്റർ ഒഴിച്ചു. 800 2 ലിറ്റർ ഒഴിച്ചു. അപ്പോൾ 1600. പക്ഷേ നമ്മൾ കസ്റ്റമർക്ക് അങ്ങനെ കുടിക്കാൻ കൊടുക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ യൂറോപ്പ് രാജ്യങ്ങളൊക്കെ അങ്ങനെയാണ്. വൈൻ ഷോപ്പിലെ വൈൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് വിൽക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ചില പ്രൊഡക്റ്റുകൾ എല്ലാ പറ്റില്ല ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കും. കാരണം വെച്ചാൽ ക്വാളിറ്റി മനസ്സിലാക്കി വാങ്ങിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇവിടെ കുടിച്ച് അങ്ങനെ ഒരു ഇതില്ല. നമ്മൾ ചില ആൾക്കാർ വന്നാലും പറയും കുടിക്കാൻ അങ്ങനെ കൊടുക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വിശ്വസിച്ച് മേടിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യാൻ തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ കുഞ്ഞു ഗ്ലാസ്സിൽ, ഇതിൻ്റെ ഗ്ലാസ്സിൽ അടിയൊന്നുമില്ല, ഇച്ചിരി അപ്പോൾ ഇച്ചിരി കൊടുക്കും. കാരണം ചെന്ന് പൊടി ഒരു ടേസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും വന്നു കഴിഞ്ഞാൽ മംഗലം ഡാമിൽ വന്നു കഴിഞ്ഞാൽ കുന്നത്ത് ഗേറ്റ് ജംഗ്ഷനിലാണ്. കടപ്പാറ റൂട്ടാണ്, പൊൻകണ്ടം റൂട്ടാണ്, മേമല മലയിലേക്ക് പോകുന്ന റൂട്ട്, അങ്ങനെയുള്ള റൂട്ടുകളാണ് ഇതുള്ളത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ആർക്കും ഇത് കിട്ടും, കുഴപ്പമൊന്നുമില്ല. ഈ വീട്ടിലിരുന്ന് വേണമെങ്കിൽ കിട്ടും. ഇപ്പോൾ യൂറോപ്പിലേക്ക് വിദേശരാജ്യത്ത് പോകുന്നവരൊക്കെ വന്ന് വാങ്ങിക്കുന്നുണ്ട്. അവർ കൊറിയറായിട്ട് മേടിച്ചിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കൊരിക്ക് കോട്ടയത്തേക്ക് യൂറോപ്പിൽ നിന്ന് വന്ന ഒരു സുഹൃത്ത് കൊണ്ടുപോകാനായിട്ട് അവിടെ നിന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് കേട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് മേടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെയിലുണ്ട്, കുഴപ്പമില്ല. പക്ഷേ സെയിലുണ്ട്. പക്ഷെ നമുക്ക് നല്ല രീതിയിൽ സെയിലാവുന്ന കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി ആളുകളുടെ ഇടയിലേക്ക് എത്തണം. ഈ ഹോട്ടലുകൾ, ക്ലബ്ബുകൾ ഒക്കെ ഇങ്ങനെ എത്തണം. പിന്നെ അതുപോലെ തന്നെ നല്ല ബിസിനസ്, അതായത് ഇപ്പം നമുക്ക് ഓരോ ഏരിയകളുണ്ട്. തൃശ്ശൂർ, എറണാകുളം, കോട്ടയൊക്കെ പോയാലാണ് നല്ല അത്യാവശ്യം റേഞ്ച് കൂടി സാധനങ്ങളൊക്കെ ചിലപ്പോൾ ചിലവാകുക. അങ്ങനെ ഓരോ പ്രദേശങ്ങളുണ്ട്. കാരണം ചില ആൾക്കാർ അങ്ങനെ യൂസ് ചെയ്യുന്ന ഏരിയകളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് കാര്യം. എന്തായാലും കേരളം മൊത്തം നമ്മൾ കൊടുക്കും, അത് തന്നെയല്ല യൂറോപ്പിലും കൊടുക്കും. അതാണ് നമ്മുടെ പ്ലാനും പദ്ധതിയും. ഓക്കെ, പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. വളരെ വ്യത്യസ്തമായ തരത്തിലുള്ള ബിവറേജ് ഐറ്റംസ് അത് പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഫ്യൂച്ചർ പ്ലാനുകൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവിധ ഭാവുകങ്ങളും. താങ്ക് യു സോ മച്ച്. എന്തായാലും നിങ്ങൾ ഇത്രയും റിസ്ക് എടുത്ത് ഇവിടെ വന്നു, നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ സമയം സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മുടെ ലൈസൻസിൻ്റെ പേരും എന്ന് പറയുന്നതും ഫ്രൂട്ട് ബിവറേജ് ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ ബിവറേജ് എന്ന വാക്ക് പാനീയങ്ങൾ ക്വാളിറ്റി ഉള്ളത് എന്നതാണ്. അപ്പോൾ ആ ലൈസൻസിൻ്റെ തന്നിരിക്കുന്ന പേരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇത് ലൈസൻസ് എന്ന് പറയുന്നത് ഞാൻ എടുത്ത് നേരത്തെ പറയാത്തതുകൊണ്ട് എടുത്ത് പറയുന്നതാണ്. ഇത് മേക്ക് ചെയ്യാനുള്ള ലൈസൻസ് നമുക്കുണ്ട്, ഇത് സൂക്ഷിക്കാനുള്ള ലൈസൻസ് ഉണ്ട്, ഇത് ഉണ്ടാക്കാനും അതുപോലെ സെല്ല് ചെയ്യാനുള്ള ലൈസൻസ്, അതായത് മേക്കിങ്ങും സെല്ലിങ്ങും ഗോഡൗണും, ഈ 3 ലൈസൻസും നമുക്കുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനിയും നിങ്ങൾ പറഞ്ഞതുപോലെ ഉയരങ്ങളിലെത്താൻ എല്ലാവിധ ഇത് തന്നതിന് താങ്ക്സ്.
അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത്രയും നമുക്കൊരു സമയം സ്പെൻഡ് ചെയ്തതല്ലേ, ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം വേണമെങ്കിൽ നമ്മൾ കേട്ടുള്ളത് മുന്തിരി വൈനെ കുറിച്ചൊക്കെയാണ് കേട്ടുള്ളത്. ഓക്കെ, വെറൈറ്റി ആയി കോഴിയിറച്ചി ടേസ്റ്റ് ചെയ്യണമെന്ന് ആരുണ്ടോ? അപ്പോൾ ഞാൻ ഇത്രയും ആധികാരികമായിട്ട് എല്ലാത്തിനെ പറ്റിയിട്ട് പറഞ്ഞു മനസ്സിലാക്കി തന്നപ്പോൾ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയ സാധനം കോഴിയിറച്ചി എന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ കോഴിയിറച്ചി വൈൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയണമല്ലോ, കഴിച്ചിട്ടില്ലല്ലോ. അതാണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണല്ലോ കോഴിയിറച്ചി എന്നുള്ള. അപ്പോൾ സീൽഡ് ബോട്ടിലാണ്, സീൽ പൊട്ടിച്ചിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഈ കോഴിയിറച്ചി കഴിച്ച് കഴിഞ്ഞിട്ട് എന്താണ് നമുക്ക് അനുഭവം കൂടി ഒന്ന് അറിയാലോ. ഇപ്പോൾ പറഞ്ഞു കേട്ടിട്ട് പോയി ഇനിയിപ്പോൾ തോന്നും അയ്യോ കോഴിയിറച്ചി എന്നൊക്കെ തോന്നണ്ട. ഓക്കെ, അപ്പോൾ നമ്മുടെ സീലൊക്കെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഈ കോർക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കോർക്ക് പ്രസ് ടൈപ്പാണ്. ഇത് നമ്മൾ ഈ സൈഡിലേക്ക് ഇങ്ങനെ തള്ളി കഴിഞ്ഞാൽ തുറന്നു വരും. കണ്ടോ, ഫുൾ സീലിലാണ്. ഇതാണ് കോർക്ക്. ഇത് നമ്മുടെ UK ഇറങ്ങാൻ പോകുന്ന പ്രൊഡക്റ്റിൻ്റെയും കോർക്ക് തന്നെയാണ്. ഇത്രയും സീൽ ഇതാണ്, സേഫ്റ്റിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ മണം ഒന്ന് വേണമെങ്കിലും ഒന്ന് നോക്കിക്കോളൂ. കോഴിച്ചിട്ട് മണം തോന്നുന്നുണ്ടോ? ഇല്ലില്ല, അത് പറയത്തില്ല. നല്ല കളറ്, വൈറ്റ് കളറല്ലേ? അതെ, കോഴിയിറച്ചി എന്നുള്ള അത് നമുക്ക് അറിയാനേ പറ്റുന്നില്ല വൈൻ ഒഴിക്കുന്നത്. വൈറ്റ്, ഫുൾ വൈറ്റ് അല്ല, എന്നാലും ഒരു യെല്ലോ ചെറിയൊരു ഇതിനുണ്ടാവും. അങ്ങനെയാണ് അതിൻ്റെ ഇത് റിസൾട്ട് വരുന്നത്. അങ്ങനെ തന്നെയാണ് പ്രൊഡക്റ്റ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് കഴിച്ചു നോക്കിയിട്ട് ഇതിൻ്റെ ഒരു എന്താണ് ടേസ്റ്റ് എന്ന്, അതായത് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ. ഒരു അടിപൊളി സാധനമാണ് കേട്ടോ. ഇത് നിങ്ങളുടെ ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു രുചിയാണ് ഇതിന്. ശരിക്കും കോഴിയിറച്ചി ഒരു വൈൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര നമുക്കൊരു ക്യൂരിയോസിറ്റി ആണ് എന്താണെന്നുള്ളത്. പക്ഷെ അടിപൊളി സാധനം കേട്ടോ, സൂപ്പർ. ഓക്കെ, ഇത് കഴിച്ചിട്ട് ഒരു ഇത് ചോദിക്കുകയാണ്, ഇത് കഴിച്ചിട്ട് പണ്ട് കാലത്ത് എന്തെങ്കിലും കഴിച്ച ഒരു ഇതുമായി സാമ്യമായിട്ട് ഇപ്പം നമ്മൾ കോഴിയിറച്ചി എന്ന് പറയാതെ തന്നിരുന്നെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് പറയുമ്പോൾ എന്തിനോടെങ്കിലും ഉപമിച്ച് പറയാൻ പറ്റുന്ന ഒരു ടേസ്റ്റ് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇതിന്റെ ടേസ്റ്റ് വന്നിട്ട് വേറെ എന്തെങ്കിലും നമ്മൾ കഴിച്ചതിനോട്, ഇപ്പൊ കോഴിയിറച്ചി അല്ല വേറെ എന്തെങ്കിലോടും ഒന്ന് സാമ്യമുള്ളതായിട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നുന്നില്ല. ഇല്ല. ഓക്കെ, അപ്പോൾ ഇതിന്റെ രുചി എങ്ങനെയാണ്? ഒരു സ്പെഷ്യൽ രുചി ആയിട്ടാണ് തോന്നുന്നത്? അതെ, ഒരു വ്യത്യസ്തമായ ഒരു രുചി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ ഞാൻ അങ്ങനത്തെ ടേസ്റ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതെ അല്ലേ? അപ്പോൾ ഓക്കെ, താങ്ക് യു. എന്തായാലും അപ്പോൾ നിങ്ങളുടെ എല്ലാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്യൂച്ചറിലേക്കുള്ള എല്ലാ പ്ലാനുകളും അല്ലെങ്കിൽ എല്ലാ പദ്ധതികളും അതുപോലെ തന്നെ ദൈവാനുഗ്രഹത്താൽ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.